നാളായല്ലോ മധുമലർ വിരിയുന്ന പൂരണ മധു കുടിപ്പാനേ എന്നിൽ ഏതൊരു കാലത്താണ് വിധി കൂട്ടിത്തരുന്നെന്ന വേദന സഹിച്ചിരിപ്പാനേ കല്ലായി കടവത്ത് കപ്പക്കാരൻ കുഞ്ഞിപ്പോക്കര് എല്ലായി പോയതറിഞ്ഞില്ലേ അത് കാമിനിയൊരുത്തിയോടുള്ള മോഹത്താലാണെന്ന് പൂമണിക്കിന്നും തിരിഞ്ഞില്ലേ പേരിമ്പക്കാനിയാളോടുള്ളലെനിക്കു നിറഞ്ഞേ പ്രേമത്തിന്മാരുന്നൊരു തുള്ളി തരുവാൻ പറഞ്ഞേ താരം വെച്ചെടുത്താലും കള്ളികളെല്ലാം അറിഞ്ഞേ താമരപ്പൂമുഖമൊന്നും ചൊല്ലിയതില്ല തിരിഞ്ഞേ കണ്ണാളെ പല്ല് മുത്തുനിരത്തതിനൊത്തരിമെത്തിടും പെണ്ണാളെ നിന്റെ തേനെഴുമ്പ വിളച്ചിരിയുന്നു ഞാനൊരിച്ചു നുണച്ചിടുമെന്ന് മുത്തേ മോഹപ്പത്തിന്റെ തത്തേ ഉന്നാരക്കുട്ടി തത്തേ ക്ഷേമം എനിക്ക് നല്ലൊരു മറുപടി തന്നൊരു ദേവി മുല്ല മലർമണമുള്ളൊരു ദേവി ഏറിയ നാളായല്ലോ മധുമലർ അതിനാ എവിടെ എന്താണ് കള്ളം വന്ന് തെറ്റമാകി നീ ഒച്ചയമ്പിളിന്റെ ആരെയൊക്കെ കേട്ടില്ലേ പലതും പോയോ ആയിത്താത്ത പോവാൻ ഇവിടെ എന്തിരിക്കണം മോനെ എന്താണ് അവിടെ അതാ
സാധനം മുതലാളി വേണ്ട. എന്തേനു മുതലാളി കള്ളം വന്നു ചെറ്റ മാന്തി. വല്ല സാധനങ്ങൾ എന്തെങ്കിലും പോയോ? ഒന്നും കൊണ്ടുപോയില്ല മുതലാളി. പക്ഷെങ്കിൽ കള്ളം പാഞ്ഞളഞ്ഞു. നിങ്ങളൊക്കെ പോയിണ്ട? എല്ലാരും പോയി. ഞാന് ബീച്ച് കോൺസ്റ്റബിളിനോട് പറയാം ഈ പറമ്പൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ. ഇനി അതെന്താവില്ല, കിടന്നിറങ്ങിക്കൊള്ളു. നീ ഒന്നും പേടിക്കാനില്ല, എല്ലാം മുതലാളി ശരിയായിക്കൊള്ളു. ഇത്തത്തെ അകത്ത് പോയി സുഖമായിട്ട് കിടന്നുറങ്ങിക്കോളേ. സ്വഭാവമായിട്ട് ഞമ്മള് കിടന്ന് ഉറങ്ങിയ ദിവസം മറന്നുണ്ട്. എന്തൊക്കെ നിങ്ങളൊന്നും ഉണ്ടാത്തെ? 6-7 കൊല്ലായില്ലേ എന്റെ മോളില് കെട്ടി പോയിട്ട്. അന്ന് സാരമില്ലെന്ന്. എല്ലാം റബ്ബിന്റെ വിധി. അല്ല, നമ്മുടെ കാന്തിയാരുടെ വീടിന് പറ്റില്ല, ആൺകുട്ടി. റബ്ബേ, ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള വിധി നമുക്കില്ല റബ്ബേ. നേരം വിളിക്കണ നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങിക്കോളി. എങ്ങനെ ഉറങ്ങാൻ എന്റെ കള്ളന്മാരെ കൊണ്ട് പൊറുതിണ്ട. ആണും തുണിയില്ലാത്ത വീടാച്ചാ ഇതൊക്കെ ഉണ്ടാവും. മോളെ ജാനു, നീ ഇതൊരു പാലം കൊണ്ടുവരുന്നു. സൂക്ഷിച്ചു പോണം, ആ ചായക്കടകളോടൊക്കെ ചില പൂവാലന്മാരെ കാണും. അല്ല, ജാനു അറിഞ്ഞില്ലേ എന്റെ അന്റെ ചങ്ങാഴ്ചന്റെ വീട്ടില് കള്ളം കടന്നത്? ഹാമിനിന്റെ വീട്ടിലോ? അയ്യോ, ശത്രു വിമാനങ്ങൾ വീണ്ടും ബോംബിട്ടിരിക്കുന്നു. അതെന്ത് ബോംബാ? ഒടുക്കത്തെ ബോംബ്? ഒടുക്കത്തെ ബോംബ. അതിനെക്കാത്ത വലിയ ആറ്റം ബോംബ് വീണേക്കണേ കല്ലായി കടവത്ത്. അത് പറഞ്ഞ എന്ത്? ഇന്നലത്തെ കള്ളൻ. കള്ളന്മാർക്ക് കല്ലായിനോട് വലിയ മൊഹബത്താ, വിട്ടു പോണില്ല. കല്ലായിനോടല്ല, കല്ലായിലെ മൊഞ്ചത്തികളോടാണ് കള്ളന്മാരിക്കും മൊഹബത്ത്. പാലിന്റെ പാത്രം തരി. ഇന്നത്തെ കണി കുണമുണ്ട്. എല്ലാ വിവരങ്ങളും ആമുട്ടരെ കാണും. സുബൈവാങ്ക് കൊട്ടുത്തപ്പോഴേക്കും മുല്ലാക തുടങ്ങി പിത്തന. ചായണ്ട അല്ലാമുട്ടി, അവിടെ കക്കാനും വേണ്ടി എന്തുട്ട് വായിക്കാനുള്ളത്, അതാണ് ഞമ്മക്ക് ചെയ്യാത്തത്. അജി തെറ്റി വന്ന കളയായിട്ടായിരിക്കും അല്ലാക്ക. അയ്യറിയുന്ന ആളൻ തന്നെയാവും. കക്കാനും വേണ്ടിട്ട് അവിടെ പൊന്നിങ്ങനെ അട്ടിക്കിട്ട് വെച്ചേക്കണം. അല്ല വല്ലാക്ക, ആമയാരുടെ മുഖത്ത് പൊന്നുണ്ട്. പൊന്നെ അവനിന്റെ മുഖത്തല്ല, കൽബില. പാമുട്ടിക്ക് ആമിനോട് പിരിച്ചുണ്ടെന്ന് പറ. അങ്ങനെയാണെങ്കിൽ വന്നത് കൽബ് കള്ളനായിരിക്കും. കൽബ് കള്ളന് വരാമല്ലോ. ആമയാന്റെ കെട്ടിയോൻ പോയിട്ട് 6-7 കൊല്ലായിനും അല്ലാക്ക. അതിന് ഇടക്കണ്ടാണ്ടോ? തള്ള അറിഞ്ഞപ്പോള് ആമിനെ ഒറ്റ ഉണ്ടാക്കിയതായിരിക്കും. എടാ, നിങ്ങളൊക്കെ പുരയിൽ ഉമ്മിയും പെങ്ങന്മാരില്ലേ? മുതലാളി പറഞ്ഞ സാധനം അച്ഛനാചാര്യ അടുത്തുണ്ട്. എത്ര കല്ലുണ്ട്? 500 കല്ലുണ്ട്.
നല്ല മരുത് പോലത്തെ കാര്യം അടുത്തടുത്ത് വെച്ചാൽ ഒരാൾക്കും തിരിയില്ല മുതലാളി. ആഹാ, അത് ചെലവാക്കുന്നിടത്ത് ചെലവാക്കണം, ഇവിടെ ചെലവാവില്ല. മരുന്നൊന്നും പറഞ്ഞ് താമസിക്കുന്ന പണി എനിക്കില്ല. നമ്മളതിന്റെ മഹബ് പറഞ്ഞ സംശയം അയക്കാൻ നീ പോ. ആരാണ്? വലൈക്കും സലാം. എന്താണ് അജീവേ? ഞാൻ മില്ലിലേക്ക് വരുന്നുണ്ട്. ഇൻഷാ അല്ലാ. ഗോവിന്ദാരെ വരൂ, ഇരിക്കും. പിന്നെ മുതലാളി, ആ കൊങ്ങയുടെ പണം ചൊവ്വയിനെ കിട്ടുന്ന വഴി കാണുന്നില്ല. നമ്മൾ നോട്ടീസ് കൊടുത്തിട്ട് നമുക്ക് ഈ കോടതി പണി അങ്ങനെ നടത്തിക്കളയാം. എന്താ മുതലാളി? വേണ്ടത് വേണ്ട സമയത്ത് ചെയ്യാനല്ലേ ഗോവിന്ദാരെ വെച്ചിരിക്കുന്നത്. ചോദിച്ചിട്ട് ചെയ്യാമായിരുന്നു. എനിക്ക് വേറെ ഹർജിയും കൂടി എഴുതാനുണ്ട്. അതെല്ലോ, നിങ്ങൾ വീട്ടിലേക്ക് അണിക്കും, ഞാൻ അങ്ങോട്ട് വരാം. അപ്പൊ ഞാൻ അവിടെ ഇരിക്കാം. ഹലോ മുതലാളി, എന്താ മതേ? മോളെ കല്യാണം നിശ്ചയിച്ചേക്കണം. എപ്പോഴാണ്? വരുന്ന വെള്ളിയാഴ്ച രാവിലെ. നീ ആമുട്ടിയോട് 50 ഉറുപ്പ്യ വാങ്ങിക്കും, ഞാൻ അവനോട് പറഞ്ഞോളാം. മൂപ്പാ, ഇന്ന് എത്ര കണ്ടി മരം കിട്ടി? ഇപ്പൊ ശരിയാവും മോനെ. ഇപ്പൊ ശരിയാവും. ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ശരിയായതായി നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് 3 മില്ലിലേക്ക് മരം അയക്കണം. നിങ്ങൾ കയ്യിലെങ്കിൽ അത് പറയും. മുതലാളി, എന്ത് മുതലാളി? മുതലാളി, എന്താണ്? പൂനെന്നൊരു ട്രങ്ക് ഉണ്ടാകും. എന്താണ് വിവരം? 5 വാഗൺ സ്ലീപ്പർ ഒട്ടനെ അയക്കണം. കേട്ടോ? നല്ലപോലെ ചെവി തുറന്ന് കേക്കി. ചായപ്പീടിയെന്നാ ഞാൻ കേട്ടത്. ഇതിപ്പോ അവിടെയും പാട്ടായോ? ഇനി കാണുന്നവർ ചോദിക്കും എന്തിനാ വന്നത്, എപ്പോഴാ വന്നത്, ആരാ വന്നതെന്നൊക്കെ. എനിക്ക് ഇവരോടൊന്നും മറുപടി പറയാൻ കഴിയില്ല റബ്ബേ. ഞാൻ ചോദിക്കാനൊന്നും വന്നതല്ല. ഇരിക്കു ഞാൻ. ആ മൊല്ലാപ്പിളന്റെ ഒരു നോട്ടവും നാവും. ഇന്നലെ കള്ളം വന്നത് നിങ്ങളെ കക്കാനായിരുന്നു അത്രേ. ജാനുവിനെ ആരും കക്കൂല. ജാനുവിനെ അച്ഛനുണ്ട്. ജാനുവിന്റെ അലയില് ഉളിയും ചുറ്റിയുണ്ട്. എനിക്ക് പാപ്പിയുമില്ല, ആരുമില്ല. പട്ടാളത്തിലുള്ള ആള് പോരെ? അവരിവിടെ ഇല്ലല്ലോ ജാനു. 6-7 കൊല്ലമായി. എവിടെന്ന് പോലും എനിക്കറിയില്ല. തുടങ്ങി. നിങ്ങൾക്ക് വലിയ കണ്ണീര. എന്റെ കണ്ണു. ചെറിയവും വലുതാവില്ലെന്നും പോയവും വരില്ലെന്നും നിശ്ചയിക്കണ്ട. ഞാൻ എന്നും അവരെ ഓർത്ത കിടക്കാറുള്ളത്. ഇപ്പൊ വരും എന്നിങ്ങനെ ഓർത്ത് കിടക്കുമ്പോഴാണ് അയാള്. ആര് ആര് ആരാ? നിങ്ങൾ എന്നോട് സ്വകാര്യം പറയൂ. അവന്റെ തലേമേൽ ഞാൻ അമ്മി കൊത്തും. നിങ്ങൾ എന്താ ഒളിച്ചു കളിക്കുന്നേ? ഇന്നലെ രാത്രിയിൽ വന്ന ആളുടെ പേര് ഉമ്മനോട് പറയാൻ എന്റെ നാവിന്റെ തുമ്പത്ത് വന്നതാ. ആളാരാണെന്ന് പറയേ. എന്നോട് പറയില്ലേ? അതെ, ഒരാളോട് മാത്രമേ പറയൂ. അതാരോടാ? അതൊരാള്. ആളിന് പേരില്ലേ? കെട്ടിയോന്റെ പേര് കെട്ടിയോള് പറയാൻ പാടില്ല. ഓ, അങ്ങനെയാണോ? മുതലാളിന്റെ ഇവിടെ നല്ല നേരം നോക്കിയാ മൊല്ലാക്ക നീ കോയിലും നടത്തി. അല്ലോ, നമുക്ക് പാടില്ല. നമ്മുടെ വീടിലേക്ക് 3 മാസം. നിങ്ങളല്ലേ അമ്മാള് പറഞ്ഞു വീടൊരു മരിച്ചെന്ന്. അത് കഴിഞ്ഞ റജബിലല്ലേ നമുക്ക്. അപ്പൊ നടന്ന് പെണ്ണ് കിട്ടുകയാണോ? എനിക്ക് എന്താ അറിയാ, ഓളുടെ അനിയത്തിന് ആരും നോക്കും.
അത് നല്ല ശീലായി മോളെ പ്രായമുള്ള വീടല്ലേ ആ മുതലാളി ആ ആമട്ടെ ഈ ചിരിച്ചോളി ഞങ്ങളുടെ കാലത്ത് കത്താണ്. അത് ഞാൻ ഇവിടെ വന്ന് കേറിയപ്പോ ഒരു കരിഞ്ഞ മണം. നമ്മൾ ഈ വെയിലത്ത് എത്ര വീടാണ് കേറി ഇറങ്ങിയതെന്ന് ഞമ്മക്കറിയാം. ആ കേറി ഇറങ്ങിയതിന് പ്രയോജനം ഉണ്ടെന്ന് വെച്ചോളി. അപ്പൊ ഇവിടുന്ന് പൈസ കടം ചോദിക്കാലോ. ആ ഒന്നിനൊന്ന് പോന്ന പെൺകുട്ടികൾ പെരാറിഞ്ഞ് നിൽക്കുകയാണ്. എന്നിട്ട് ഞങ്ങൾ പിന്നെയും പെണ്ണ് കെട്ടുക, മുയ്യില്ല, പിന്നെയും കെട്ടുക, മുയ്യില്ല. അതിനെപ്പറ്റി നിനക്ക് വല്ലതും അറിയാവൂ? നമ്മള് കെട്ടിയിട്ടില്ല. നബീന്റെ ഉമ്മത്തികള് ആലം ദുനിയാവിൽ പെറ്റ് പെരുകണോന്നാണ് മസാല. നല്ല മസാലാണ്, നല്ല മസാലാണ്. ദിവസം ഓരോ പെണ്ണ് കെട്ടുക, എന്നിട്ട് കുട്ടികളുണ്ടായത് അവരെ കെട്ടിക്കാൻ വേണ്ടി നാട് മുഴുവൻ കൈ കിട്ടി നടക്കുക അല്ലേ? ആ മുതലാളി നിന്ന് വിളിക്കണ്ട, പോയി പോയി. ഉള്ളവൻ ഇല്ലാത്തവനിക്ക് കൊടുക്കുക, അതാണ് ഒരു പെൺകുട്ടിനെ കല്യാണം കഴിച്ച് അയക്കാന്ന് പറയുന്നത് പോയിശാക്കപ്പെട്ട പണിയാണ്. അതൊക്കെ ശരിയാ. ആ പോക്കരെ, ഈ വേം പോയി ആ കോയിനെ അർപ്പിച്ചോണ്ട. പോക്കരെ, ആ കോയിൻ ഇങ്ങോട്ട് കൊണ്ടുവന്നോളി, നമ്മൾ അർത്തുതരാ. നിങ്ങളല്ലേ എന്നാള് പറഞ്ഞു കോയിനെ അറക്കാൻ പറ്റൂല, നിങ്ങളെ പെണ്ണുങ്ങൾക്ക് പള്ളയാണെന്ന്. അതിന് കൊണ്ടുവന്ന മസാല. പോക്കരെ, കോയി അവിടെ. ആ ശരി, അങ്ങോട്ട്. ആ ഞാൻ ബാത്റൂമിലായിരുന്നു. അത് നമ്മളെ കരുതാൻ അപ്പുട്ടിയാണ്. എന്റെ പല്ലൊന്ന് കേട് വന്നു, അത് ശരിയാക്കാൻ വിളിപ്പിച്ചതാ. കണ്ടോളാ. എനിക്കറിയാം ഇത് അവസാനം അപ്പൂട്ടി തന്നെ വരുമെന്ന്. എന്ത്? ഈ പല്ലുവേദനയ്ക്ക് അപ്പൂട്ടിന്റെ കയ്യിൽ സിദ്ധ ഔഷധമുണ്ട്. ഈ ഇരുമ്പ് പഴുക്കുമ്പോ അതിന്റെ ഒരു പശയുണ്ട്. ആ പശ കോയിലോട്ട് എടുത്തു വെച്ചാൽ പല്ലുവേദന പറവാണ്. അതല്ല കുട്ടി, എന്റെ മില്ലിനെ ഈർത്തവാളിന്റെ പല്ല് നേരാക്കേണ്ട കാര്യമാണ് പറഞ്ഞത്. അത് പൊട്ടിപ്പോയി. ആ അത് പൊട്ടും. ഇതുണ്ടാക്കിയത് എവിടാ? അത് പോകേണ്ട ഒരു വലിയ ഫാക്ടറി ഉണ്ടാക്കിയത്. ആ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പൊട്ടുവന്ന്. ഇരുമ്പ് സൃഷ്ടിച്ചപ്പോഴേ ദൈവം കൊല്ലനെ സൃഷ്ടിച്ചു. ഇരുമ്പ് കൈകാര്യം ചെയ്യാൻ കൊല്ലനെ അധികാരമുള്ളൂ. അല്ലാതെ വല്ല ബാമ്പയിൽ ഉണ്ടാക്കിയാറുണ്ടല്ലോ, തകരാറിന്റെ വല്ല ഓട്ടം അപ്പുട്ടിക്ക് ശരിയാക്കാൻ പറ്റുമോ? മുതലാളി പറയാൻ വെച്ചാൽ ഞാൻ എയറോപ്ലെയിൻ ഉണ്ടാക്കും, വിമാനം. ഈ വിമാനങ്ങൾ തുണിതിരാ തകർന്നുണ്ടല്ലോ. കാര്യത്താ അതൊന്നും കൊല്ലിനെ കൊണ്ട് പണിയിച്ചല്ല. അപ്പുട്ടിക്ക് എന്ത് കൂലി വേണ്ടി വരും? അപ്പുട്ടിക്ക് ടവ് പിടിക്കാൻ എന്തെങ്കിലും തന്നാലും ശരി. എന്നാ ഞാൻ ആ വാള കൊണ്ട് കൊടുത്തയക്കാം. എന്തിനാണ് പൂങ്കളെ 12 എപ്പോഴാണ് പൂമരം വിരിഞ്ഞു തേൻ കുടിക്കുന്നു? ആരാണ് അവിടെ അടുക്കളയില്ലേ? ഞാൻ തന്നെ. പോക്കര് പോക്കര്. നമ്മൾ തിന്നാലെന്ത് തിന്നില്ലെങ്കിലും അത് നോക്കാനും കാണാനൊന്നും ആളില്ലല്ലോ ഇവിടെ.
മുതലാളി ആ സേട്ടുവിനോട് അഡ്വാൻസ് മേടിക്കണ്ടേ? എത്രയാ മേടിക്കണ്ടേ? നിന്റെ തലയോളം. മുതലാളിയല്ലേ പറഞ്ഞത് ബിസിനസ് ബിസിനസ് ആണെന്ന്. ബിസിനസ് 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 ഒരു പണ്ടാരണെങ്കിൽ ബിസിനസ് 365 ദിവസവും ബിസിനസ്. ഒരേ വന്നാലും ഒരു സ്വൈര്യമില്ല. അല്ലെങ്കിൽ ഇതൊരു പൊരയാണ്. എന്താണ് ഞാനോ അച്ഛനെ കൊണ്ട് കൊണ്ടാക്കി നോക്കണേ. എന്താണ് മൂക്കിനുള്ളിൽ കെട്ടിയോ? അച്ഛൻ മറന്നു വെച്ചത് എവിടെ വരുന്നത്? മരുന്നാത്തിന്റെ വയറ്റിലുണ്ടല്ലോ. നിലനിർത്തി പറഞ്ഞാലേ നിന്റെ അമ്മയുടെ തലയിൽ മുറിവുണ്ടായെന്ന് കണ്ടിട്ടുണ്ട്. അതെങ്ങനെയാ ഉണ്ടായതെന്ന് കേൾക്കുകയും ചെയ്തേക്കണം. എന്നാലത് ഓർത്തോ, ഞാൻ കുടിക്കൂടെ? കുടിക്കും. ചാവുന്നത് വരെ കുടിക്കും. ചിലപ്പോ ചത്താലും കുടിക്കും. കാര്യം എടുത്ത് കിടപ്പാവണ്ട. കരിങ്കരൂപിയായ അളിയ കരുവാന്മാരുടെ ദൈവം കൂളിയ. ചോദിക്കാൻ ആളില്ലാത്തോണ്ട് അച്ഛൻ ഈ സന്ധ്യാനാമം. അച്ഛനൊന്ന് കടന്നാ മതി. അയ്യോ, കാതർ മുതലാളിയുടെ പല്ല് പൊട്ടിപ്പോയി. കാതർ മുതലാളിയുടെ പല്ല് പൊട്ടിപ്പോയി. കാതർ മുതലാളിയുടെ പല്ല്? നീ വിചാരിച്ച് കാതർ മുതലാളിയുടെ പല്ലാണെന്ന്? കാതർ മുതലാളിയുടെ ഈർച്ചയാളിന്റെ പല്ല് പൊട്ടിപ്പോയി. നന്നാകണം. വേണ്ട സാർ, ഇന്നിനിപ്പോ അച്ഛൻ പല്ല് ശരിയാക്കി അതുകൊണ്ട് മരം മുറിക്കാൻ ഒക്കുകയല്ല. പറഞ്ഞിട്ട് കരുവാപ്പൂട്ടി പല്ല് നന്നാക്കിയാലോ? ഈർച്ചയാളിന്റെ പല്ലുകൊണ്ട് മരം മുറിക്കും, ഇരുമ്പ് മുറിക്കും, വേണ്ടി വന്നാൽ കപ്പലാണ് മുറിക്കും. നീ ഇപ്പൊ എന്താ പറയും? എന്റെ തലയിലെടുത്ത്. നീ പേടിക്കണ്ടടി മോളെ. ആ ആമിനെയും പറയുന്നു ഞാൻ പേടിക്കണ്ടെന്ന്. അവർക്കേ ഭർത്താവില്ലാത്ത പേടിയാ. ഇവിടെ അച്ഛനുണ്ടായിട്ടുള്ള പേടിയാ. പഴയ വയറ്റുവേദന. കുടിക്കുന്നത് വയറ്റുവേദനയ്ക്കാണെന്നാ പറയുന്നത്. അത് ഈ കുടിയന്മാർക്കൊക്കെ എന്തെങ്കിലും കാരണം കാണും പറയാം. കുടിച്ചാലേ വയറ്റുവേദന ഏറുകയുള്ളൂ. ഇങ്ങനെ കുടിച്ചോടിച്ച് ഒരു ദിവസം തീരും. അച്ഛൻ എന്തെങ്കിലും സംഭവിച്ച പിന്നെ എനിക്ക് ആരാ? നിന്നാണ് നമ്മുടെ മിച്ചത്തിരിക്കുന്ന പരദേവതയാണ്. ഗുളികനാണ്. ഞാനിനി കുടിക്കത്തില്ല മോളെ, ഞാനും കുടിക്കത്തില്ല. കരിങ്കരൂപിയായ അളിയ കരുവാന്മാരുടെ ദൈവം പുളിയ. അച്ഛ പുളിയ, അച്ഛ പുളിയ, പുളിയ. ആരാണത്? മുല്ലാക്കാണോ? വരി വരി. ഞമ്മക്ക് ഇച്ചിരി തിരക്കുണ്ടായിരുന്നു. ഓ, എനിക്കും മുല്ലാക്ക. നിങ്ങളിപ്പോ യുദ്ധത്തിനൊന്നും പോകുന്നില്ലല്ലോ. അല്ല മോനെ, പറഞ്ഞ പോലെ ഇപ്പൊ യുദ്ധം വിടംബരിയായി. ഏതായാലും ഇവിടം വരെ എത്തിയില്ല. വല്ലാത്തൊരു യുദ്ധം, കിയാമെന്നുള്ള യുദ്ധം. ഈ യുദ്ധത്തിൽ ഹുജ്ജത്തുള്ള ആണുങ്ങളൊക്കെ മരിച്ചവരെ കാര്യം അവിടെ വെക്കും. യുദ്ധത്തിന് പോയിട്ട് എവിടെയാണെന്ന് വിവരമില്ലാത്തവരും കാണാതായവരും ഉണ്ടാവില്ലേ? അവരെ ഭാര്യമാരെന്ത് ചെയ്യും? അതിനൊക്കെ മസാല ഉണ്ടെന്ന്. എന്ത് മസാല? മഹ്ഫൂസുൽ ഖബർ. എന്താണ്? അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇങ്ങക്ക് അറിഞ്ഞൂടെ? മുത്തുനബീന്റെ കാലത്തുണ്ടായല്ല നല്ല മുത്തുമണി പോലെയുള്ള പെൺകുട്ടികൾ അടുക്കളക്കകത്തിരുന്ന് കൽബുരുകളെ കണ്ടിട്ട് നബിക്ക് സഹിച്ചില്ല. ഉടനെ കൽപ്പനയെ യുദ്ധത്തിൽ പോയ മാപ്പളിനെ കെട്ടിയോള് 6 കൊല്ലം കാത്തിരുന്നാ മതി. എന്നിട്ടും കണ്ടില്ലെങ്കിൽ മയ്യത്തായിന്ന് കരുതാം. ഓക്ക് വേറെ നിൽക്കാൻ കഴിക്കാം. അതാണ് മഹ്ഫൂസുൽ ഖബർ. ഓഹോ. അല്ല മുതലാളി എന്താണ് ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നത്? വെറുതെ. അന്ന് നിങ്ങള് മോളെ കല്യാണക്കാര്യം വന്ന് പറഞ്ഞപ്പോ ഞാൻ കുറച്ച് ബേജാറിലായിരുന്നു. മാപ്പായി കളി. ഇതാ ഇത് വെച്ചോളി. പൈസ ഇല്ലാഞ്ഞിട്ട് പെണ്ണിനെ കെട്ടിക്കാതിരിക്കുക. നല്ല ജയിലായി പോയി. അത് പോട്ടെ മുതലാളി. ഒടിയന്റെ മുമ്പിൽ എന്തിനാണ് മുതലാളി മായം? ആട്ടെ ബന്ധുവരും കണ്ടുപറ്റിക്കണ നമ്മളൊന്ന് മഷി നോക്കിക്കളയാം. ഇവിടെ പട്ടാളത്തിൽ പോയത് ഇങ്ങനെ വരട്ടെ.
ആടി മൊഞ്ചത്തി, നിങ്ങൾക്കിപ്പൊ കല്യാണം കഴിക്കണമെന്ന് പൂതി ഉണ്ടായിക്കണല്ല. എനിക്കിപ്പോ 10-28 വയസ്സായില്ലേ മല്ലാക്ക. നിങ്ങളതിന് വേണ്ടാന്ന് വെച്ചിട്ടല്ലേ പെണ്ണ് എത്ര വന്നേക്കണ്, ഞമ്മള് തന്നെ എത്ര പെണ്ണിനെ കൊണ്ടുവന്നേക്കണ്. നിങ്ങളൊരു വാക്ക് പറ, ഈ ആലത്തൻ 7-ാം ബഹറ് കടന്ന് മുറിച്ചാ ചോര തെറിക്കണ മുല്ലപ്പൂ പോലത്തെ പെണ്ണിനെ ഇപ്പൊ കൊണ്ടുവരാം. മല്ലാക്ക അങ്ങ് കറിഞ്ഞൂടെ? ഈർച്ചപ്പൊടി തലയെ കയറ്റി നടന്നവനായിരുന്നു ഞാൻ. അള്ളാന്റെ കൃപ കൊണ്ട് ഇന്ന് കാണുന്ന മുതലൊക്കെ ഉണ്ടായി. ഇത് ആരുടെയും ഉപദേശം കൊണ്ടോ സഹായം കൊണ്ടോ ഉണ്ടായതല്ല, എന്റെ സ്വന്തം പ്രയത്നം കൊണ്ടുണ്ടായതാണ്. എന്റെ മനസ്സിനിണങ്ങിയ പെണ്ണിനെ ഞാൻ കണ്ടത് ഇപ്പോഴാണ്. എന്നാലും നാലാള് കേട്ടാലായിന്ന് പറയരുതല്ല. എനിക്കിതില് ഉപദേശം വേണ്ട, വേണ്ടത് സഹായമാണ്. അപ്പൊ അത് തന്നെ. അത് തന്നെ ആമിന. അത് കഴിയോ? നമുക്കത് പാടുണ്ടോ? പാടുണ്ടെന്ന് അതിന്റെ മസാലയല്ലേ നമ്മൾ നിങ്ങളോട് പറഞ്ഞത്. മഹ്ഫൂസുൽ ഖബർ. മതത്തിനെതിരായി നമ്മൾ നടന്നു വരരുത്. നിങ്ങൾക്ക് എന്തായി പോയി മുതലാളി? അതല്ലേ ശരിയായ മതവിധി, ശരൈ. അയ്യേ ആമുട്ടി, ഈ നായിനെ വീട്ടിന്റെ അകത്ത് കയറ്റിരുന്ന എത്ര പ്രാവശ്യം എന്നോട് പറഞ്ഞിരിക്കണ്? നായിനെ ഔട്ട് കഴിച്ചാലേ റഹ്മത്തിന്റെ മലക്ക അടുക്കൂലടാ നമുക്ക്. ഒന്നും മിണ്ടാതിരിക്കും മല്ലാക്ക. ഇന്റെ പൗറൊക്കെ തീർന്നടാ പോലെ. ഇനി ഇവിടെ അടുക്കളയിൽ കയ്യും കണക്കൊക്കെ ഉണ്ടാവും. എന്താണ് ഇങ്ങനെയായിട്ട് ഈ ഓട്ടം? അല്ലോ പൊന്നു മോനെ, മൊല്ലാക്കയുടെ കാലുകൊണ്ട് സുഖമില്ലാത്തോണ്ടല്ലേ മൊല്ലാക്ക ഓടിപ്പോണത്. അതിന് വടി പിടിച്ചിട്ട് ഓടണം. അല്ലോ ഇത് വടിയല്ല, കൊടയാണ്. കൊടയോ? അള്ളാളെ കൊടയാണ്. ഈ കൊടയുടെ ഒരു കഥ കേൾക്കണോ? അതൊരു വൻ കഥയാണ്. നമ്മളെ ഉപ്പുപ്പ മരിക്കാൻ കാലത്ത് ഈ കൊട ബാപ്പാക്ക് കൊടുത്തു. ബാപ്പ മരിച്ചപ്പോ ഈ കൊട ഞമ്മക്ക് തന്നു. ഇനി ഞമ്മക്കൊരാശയുണ്ട്, ഞമ്മ മരിക്കുമ്പോ ഈ കൊട നമ്മുടെ മോനിക്ക് കൊടുക്കണം. പക്ഷെ അവനിക്ക് ഹള്ളില്ലാത്ത, അവന് ഭാഗ്യമില്ല, അവന് കൊട കിട്ടൂല, അവന് വടിയേ കിട്ടുള്ളൂ. എനിക്ക് കേൾക്കണ്ട, ഞാൻ കാര്യം പറയുന്നത്. അല്ല നമ്മള് പറയണത് കേക്ക്. ഞായറാഴ്ച കോഴിക്കോട് കടപ്പുറത്ത് പോകുമ്പോയെന്ന് നോക്കി ഈ പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ തെരച്ച ഉണ്ടാവുള്ളൂ തുണിയൊക്കെ. ഇപ്പൊ നായ്ക്ക് അവര് പറക്കണമെന്നൊരാശ. നമ്മുടെ ആമൂട്ടിലെ ഹറാം പറഞ്ഞ നായില്ലേ, ആ നായ് നമ്മുടെ കൊടയുടെ തുണി ഊരിയെടുത്തു പോലെ. അതിന് നാളെ മറക്കാനായിരിക്കും. മൈലാഞ്ചി വർത്താനം നിർത്തിയിട്ട് നമ്മളെ കായിന്റെ വർത്താനം പറയും കാക്ക. മോനെ കായ് വേണ്ട, പെണ്ണ് റെഡിയാണ്. മോനിക്ക് ഇപ്പൊ മൊല്ലാക്ക കണ്ടുവച്ചിരിക്കുന്ന പെണ്ണിന് എന്ത് പ്രായം ഉണ്ടെന്നറിയാമോ? എന്താണ്? എത്ര വയസ്സുണ്ട്? എത്രയാണ്? 12. 5 കൊല്ലം മുമ്പുകൾ അച്ചാരം മേടിച്ച് അന്നും പറഞ്ഞല്ലേ 12 അല്ല മോനെ, അത് പെണ്ണ് വേറെ, അത് പെണ്ണ് വേറെ. അന്ന് ഇത് വളർന്നിട്ടില്ല. അപ്പൊ വളരട്ടെ വിചാരിച്ചു മൊല്ലാക്ക അങ്ങോട്ട് വിട്ടതല്ല. നിങ്ങളെ ബഹളം ഒഴിവാക്കി നമ്മളെ കായ് മര്യാദയ്ക്ക് തരുന്നുണ്ട്. എന്റെ കുഞ്ഞുമോനെ, മൊല്ലാക്കനെ പതുക്കെ പിടി. മൊല്ലാക്ക കോയിലേഖ മര്യാദക്ക് പൈസ കായല്ലേ മോനെ, ഈ പടി പിടി. മൊല്ലാക്ക കായല്ല. മൊല്ലാക്കാക്ക് വേറെ ആരുടെയും കായോ ഓശാരില്ലാതൊന്നും വേണ്ട മോനെ. മൊല്ലാക്കാക്ക് ഒരുപാട് പോക്കറ്റ് ഉള്ളത്. നമ്മളെ കായും പോയി നമ്മളെ ബടി പിടിപ്പിച്ചല്ലേ ഇയാള്. കൈസർ കൈസർ ഇതെന്താണടാ അത്? മുല്ലാക്കിയുടെ കോട നിനക്ക് പാവാടിയോ? എന്റെ മുത്തയച്ചാത്ത, നിങ്ങളുടെ മോളുടെ തലയിൽ എഴുതിയിരിക്കുന്നുണ്ടല്ലോ പടച്ചോൻ, വലിയ പാറക്കോലുണ്ടാണ്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഭാഗ്യം വരില്ല. നല്ല ഭാഗ്യമാണ് മൊല്ലാക്ക. ഒരു മഴ പെയ്താ മതി, ഈ പൊരടുങ്ങി. അല്ല, ഇങ്ങനത്തിന് മഴ അല്ല പെര. നമുക്ക് ഈ ചെറ്റ പൊളിച്ച് തീയിട്ട് ചൂട്ടണം. നല്ല ഒന്നാന്തരം പെരേൽക്കല്ലേ ഓള് പോണത്. ഇപ്പൊ വന്നിരിക്കുന്നത് ആരാണ്? ഒന്നാന്തരം പൈസക്കാരൻ, ചെറുപ്പക്കാരൻ, മൊഞ്ചൻ. ഓരെങ്കിൽ ഓം വരെ കല്യാണം കഴിച്ചിട്ടില്ല. അതൊക്കെ ഞമ്മള് വിചാരിച്ചിട്ട് എന്താ മൊല്ലാക്ക, ഓൾക്ക് മാപ്പിള ഉണ്ടാവുമ്പോ. ഞമ്മളെ നാട്ടിൽ നിന്ന് എന്തോരാളുകൾ പട്ടാളത്തിൽ പോയി. എരുമക്കാരൻ ഗോപാലന്റെ മോൻ പോയി. കാസറ്റ് പക്കായുടെ മോൻ ഇക്കായി പോയി. ചീനച്ചട്ടിയിലെ അബൂബക്കറിന്റെ മോൻ ബക്കർ പോയി. ആരെങ്കിലും ഒരാൾ മടങ്ങിയിട്ടുണ്ടാ? എങ്ങനെയാ മടങ്ങുക?
ഇത്തർശ്യമുള്ള ബോംബല്ലേ ചക്ക വെട്ടിയിടുന്ന പോലെ വെട്ടിയിടുന്നത്. കഷ്ടകാലത്തിന് ഏതെങ്കിലും ഒരുത്തന്റെ തലയിൽ 2 ബോംബ് വീണാ പോരെ, അവന്റെ കച്ചവടം ഒതുങ്ങില്ലേ, പിന്നെ എങ്ങനെയാ മടങ്ങാ? അവരൊക്കെ മരിച്ചില്ലേ? അതിന്റെ വിവരവും കിട്ടി. ആ ഇബ്രാഹിമിന്റെ വിവരവും അവരയച്ചു കാണും. ഇല്ല, ഒരു വിവരവും ഇല്ല. നിങ്ങൾക്ക് വേറൊരു വർത്താനം കേൾക്കണം. ഇന്നാള് നമ്മള് പള്ളിയിൽ പോയിട്ട് ഏശ നിസ്കരിച്ചിട്ട് ഇങ്ങോട്ട് വരൂ. കൂനാ കൂനി ഇരുട്ട്, കണ്ണിലിട്ട് കുത്തിയാ അറിയില്ല, അങ്ങനത്തെ ഇരുട്ട്. നോക്കിയപ്പോ എന്താണ്, കല്ലായി പോയെന്ന് ഒരു ചങ്ങാട ഒയ്യി ഇങ്ങനെ വരും. ആന പോലെയുണ്ട്. സുബ്ഹാനല്ലാഹ്, വെള്ളത്തിൽ എങ്ങനെ ആന? ഞമ്മ കൊടയൊക്കെ അവിടെ വെച്ച് നടന്നാണെങ്കിൽ ചെന്നപ്പോ എന്താണ്, ആനയല്ല, ആ ചങ്ങാടോ അല്ല, പിന്നെ എന്താണ്, നിറച്ച് എഴുത്തുകളാണ്. അതിൽ തന്നെ മരിച്ച എഴുത്തുകൾ എത്രയാണ്? ഇതെന്താണെന്നറിയാവോ? നമ്മുടെ ആ തപാൽക്കാരനില്ലേ, പോസ്റ്റ് മാനോൻ, ആ മങ്കൂസൻ, അവൻ വലിച്ചെറിഞ്ഞ എഴുത്തുകളാണ്. ഇതൊക്കെ പോട്ടെ, എന്നാ തന്നെ നമുക്ക് വേറെ മസാല ഇല്ലേ, അത് നിങ്ങൾക്കറിയാവോ? എന്തുമില്ല, നമ്മൾ നിങ്ങളോട് പറയണത് അതല്ലേ. ഒരുത്തൻ 6-7 വർഷം യാതൊരു വിവരവും ഇല്ലാണ്ട് കെട്ടിയോളം വിട്ടിട്ട് പോയാലേ ഓക്ക് വേറെ നിക്കാഹ് കഴിക്കാം. അതാണ് അതിന്റെ മസാല, മഹ്ഫൂസുൽ ഖബർ. നിങ്ങളിപ്പോ പൊയ്ക്കോടി മുല്ലാക്ക. ഇത് ഞമ്മള് പറയണതല്ല, 30 യൂസുള്ള മുസാബി പറയണതാണ്. നബിയും അസ്ഹാബികളും ചെയ്തിക്കണം. കാലിയാരോട് ചോദിച്ചിട്ട് മൂളിയാ മതി. ബാക്കി കാര്യമല്ല ഈ ആലസനേറ്റ് പോരെ. എന്താ മുല്ലാക്ക നിങ്ങള് പറയുന്നു? ഓക്കെ ഇബ്രാഹിം ജീവനാ. അതിനിപ്പോ ഇബ്രാഹിം ജീവൻ വേണ്ടേ? ഞാനിപ്പോ എന്താ പറയ, ഇവിടെ ഒരു പെണ്ണ് കണ്ണീരും കൈയായിട്ട് നിൽക്കും. അവൾക്ക് സന്തോഷമായ എനിക്ക് സന്തോഷമായി. നിങ്ങൾ അവളോട് ഒരു സമ്മതം വാങ്ങിക്കും. അത് നിങ്ങൾ വാങ്ങിച്ചാ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ആ മാഷ കൊണ്ട് പട്ടാളത്തിലേക്ക് ഒരു കമ്പി എടുപ്പിക്കാം. അപ്പോ മരിച്ചോ ഇല്ലയോ എന്നുള്ളത് 2 ദിവസത്തിനാണ് അറിയാം പോരെ. മുല്ലാക്ക എന്തേട്ടാ ക്ലാസ് നമ്മ ഈ വെഞ്ചുമ വെച്ചതാണല്ല, പിന്നെ അങ്ങനെ ഹരാക്ക് പിടിക്കാൻ ഇതിന്റെ ഔത്ത് കയറി കൂടിയത്. എടാ ക്ലാസ് ചീത്തപ്പേരുണ്ടാക്കണം. എല്ലാം റബ്ബിന്റെ വിധിയാ മോളെ. കൊതിച്ചതല്ല കിട്ടല്, തിരിച്ചതാ. ഇബ്രാഹിം മാപ്പിളന്റെ പേര് പറഞ്ഞ ആമിനിക്ക് ഇപ്പോഴും കണ്ണീരാ. അവളുടെ കണ്ണീര് കണ്ട എനിക്ക് സഹിക്കൂല മോളെ. ആ കണ്ണീര് തുടയ്ക്കാൻ ഇപ്പൊ ഒരു അവസരം വന്നിരിക്കുന്നു. അവൾക്ക് ഇപ്പൊ വന്നതുപോലെ ഒരു പുതിയാപ്പിളേനെ കിനാവ് കാണാൻ പറ്റൂല മോളെ. അത് ശരിയാ മോളെ, നീ ഒന്ന് പറയ. ഞാൻ എങ്ങനെയാ പറയാ? നീ അല്ലാതെ വേറെ ആരുമില്ല മോളെ പറയ. നീ പറഞ്ഞ ഓള് കേക്കും. ഐസുമ്മ, മരിച്ചു പോയ നിന്റെ അമ്മ പറയാണെന്ന് കൂട്ടിക്കും. എന്റെ മോളൊന്ന് പറ. ആമിനെ സുഖത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യും മോളെ? നിന്നെ പടച്ചും രക്ഷിക്കും. ഞാൻ വരട്ടെ. വരുമ്പോഴേ ഇത് സ്വല്പം മുഖത്തിട്ടോണം. ഞാൻ ഇതിട്ട് കാര്യമാണോ? ഞാൻ കാണാൻ. പെണ്ണിന് ഒരു വിവരവും ഇല്ല. കാണണ്ടോ കാണാനാ പൗഡർ ഇടുന്നത്. അയ്യോ, അങ്ങനെയാണെങ്കിൽ ഇത് വാങ്ങിയ പൈസ വെറുതെ ആവുമല്ലോ. നിങ്ങളെ കാണുമ്പോഴും ഇവിടെ ഇല്ലല്ലോ. ജാനുവിനെ കാണേണ്ടവനിവിടെ ഉണ്ടോ? അമ്പടി കള്ളത്തി, എന്നോട് കൂടി പറയാതെ. വേണ്ടാത്തോ പറഞ്ഞാലേ പൗഡർ വലിച്ചെറിഞ്ഞു പോകും. അയ്യോ, പൗഡർ വലിച്ചെറിയണ്ട. കാണേണ്ടവന് വരുമ്പോ പൗഡർ ഇല്ലാഞ്ഞിട്ട് ഒന്ന് മിണ്ടാണ്ടിരിക്കും. ആ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. വേഗം കുളിച്ചിട്ട് വരും.
മുഞ്ചത്തിപ്പെണ്ണേ നിൻ ചുണ്ട് നല്ല ചുവന്ന താമരച്ചെണ്ട് പറന്നു വന്നൊരു വണ്ട് അതിൻ മധുവും കാത്തിരിപ്പുണ്ട് മുഞ്ചത്തിപ്പെണ്ണേ നിൻ ചുണ്ട് നല്ല ചുവന്ന താമരച്ചെണ്ട് പറന്നു വന്നൊരു വണ്ട് അതിൻ മധുവും കാത്തിരിപ്പുണ്ട് മുഞ്ചത്തിപ്പെണ്ണേ നിൻ ചുണ്ട് നല്ല ചുവന്ന താമരച്ചെണ്ട് സുറുമക്കണ്ണിന്റെ തുമ്പ് നെഞ്ചിൽ തുളഞ്ഞിറങ്ങുന്നൊരമ്പ് സുറുമക്കണ്ണിന്റെ തുമ്പ് നെഞ്ചിൽ തുളഞ്ഞിറങ്ങുന്നൊരമ്പ് തൊടുത്തു വിട്ടിടും മുമ്പ് പറക്കും ആണിന്റെ വമ്പ് തൊടുത്തു വിട്ടിടും മുമ്പ് പറക്കും ആണിന്റെ വമ്പ് മുഞ്ചത്തിപ്പെണ്ണേ നിൻ ചുണ്ട് നല്ല ചുവന്ന താമരച്ചെണ്ട് പറന്നു വന്നൊരു വണ്ട് അതിൻ മധുവും കാത്തിരിപ്പുണ്ട് മുഞ്ചത്തിപ്പെണ്ണേ നിൻ ചുണ്ട് നല്ല ചുവന്ന താമരച്ചെണ്ട് അരുമക്കൈവളക്കൂട്ടം മെല്ലെ കിലുക്കിക്കൊണ്ടുള്ള നോട്ടം അരുമക്കൈവളക്കൂട്ടം മെല്ലെ കിലുക്കിക്കൊണ്ടുള്ള നോട്ടം നിനക്കു വെറും വിളയാട്ടം എന്റെ പൊരിയും കൽവിനൊരാട്ടം നിനക്കു വെറും വിളയാട്ടം എന്റെ പൊരിയും കൽവിനൊരാട്ടം മുഞ്ചത്തിപ്പെണ്ണേ നിൻ ചുണ്ട് നല്ല ചുവന്ന താമരച്ചെണ്ട് പറന്നു വന്നൊരു വണ്ട് അതിൻ മധുവും കാത്തിരിപ്പുണ്ട് മുഞ്ചത്തിപ്പെണ്ണേ നിൻ ചുണ്ട് നല്ല ചുവന്ന താമരച്ചെണ്ട് കേട്ടില്ലേ ഒരു പുന്നാര പാട്ട്? എന്റെ കാതിലെ ഒരു പാട്ടേ കേൾക്കും. അതാരുടെ പാട്ടാ? അതൊരാള്. ആളിന് പേരില്ലേ? ഓ, കെട്ടിയോന്റെ പേര് കെട്ടിയോട് പറയാൻ പാടില്ല അല്ലേ? നീ പോടി പെണ്ണെ. ഞാൻ പോയേക്കാം, പക്ഷെ ഏത് പാട്ടിനും ഒരു അവസാനമുണ്ട് കേട്ടോ. പെണ്ണെ, അവസാനം ഇല്ലാത്ത പാട്ടുമുണ്ട്. അത് അനക്ക് മനസ്സിനൊത്ത ഒരു കെട്ടിയവനെ കിട്ടുമ്പോ മനസ്സിലാവും. എനിക്കല്ലല്ലോ, നിങ്ങൾക്കല്ലേ പുതിയ പിള്ളേർ അങ്ങനെ വരണേ. നീ എന്താ പറഞ്ഞത്? എന്നോട് ഇനി തോന്നിയാസം പറയോ? കല്യാണം കഴിക്കൽ എങ്ങനെയാ തോന്നിയാസം? നീ എന്നെ പഠിപ്പിക്കണ്ട, ഞാനേ കല്യാണം കഴിച്ചോളാം. കല്യാണം കഴിച്ചോളൊക്കെ തന്നെ, പക്ഷേ ആ ആള് മരിച്ചില്ലേ? ആര് പറഞ്ഞിടീന്നോടാ? നിങ്ങളുടെ ഉമ്മ. അതെ, എനിക്ക് ഭ്രാന്ത് പിടിച്ചു പോകും. എന്റെ ഉമ്മ അത് പറഞ്ഞു. മോളെ, ഉമ്മ ഞാൻ പറഞ്ഞത് നേരെയാണോ ഉമ്മ? ആ മോളെ, അന്റെ മനസ്സ് ഇനിയും കലക്കണ്ടെന്ന് വിചാരിച്ചു ഉമ്മ അത് പറഞ്ഞില്ല മോളെ. മുല്ലാക്കി മാസം പട്ടാളത്തിലേക്ക് കമ്പി എടുത്തിട്ട് കിട്ടിയ വിവരമാണ് മോളെ. എല്ലാ റബ്ബിന്റെ വിധിയാണ് മോളെ.
ഞാൻ അങ്ങനെയൊന്നും വിടാൻ പോണില്ല. ഇന്ന് തരാം നാളെ തരാന്ന് പറഞ്ഞ് ദിവസം തിന്നിട്ട് അങ്ങ് പോണം. അല്ല മുല്ലാപ്പ, ഒരു ചായ. മുല്ലാപ്പള ഒന്നങ്ങോട്ട് നീങ്ങി. ഇതൊക്കെ മേശ നീങ്ങുന്നു. മുല്ലാപ്പള നീങ്ങി. ഓ മുല്ലാപ്പള ഈ അവസ്ഥയിലാണോ? മോനെ മാനക്കേടായിപ്പോയി. അപ്പറ്റേ ഒരു 10 ഉറുപ്പ്യ മമ്മനെ അങ്ങോട്ട് കൊടുത്തേ. ആ കാശ് പിന്നെ മടക്കി കിട്ടുമോ? അതിനൊക്കെ മസാല ഉണ്ടെന്ന്. പിന്നെ പാട് 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 ഒരു കാര്യം ചെയ്യും. ഒരു കാര്യം മോനെ ചെവി ഇങ്ങോട്ട് കൊണ്ടുവാ. അയ്യോ മുല്ലാക്കാടെ താടിനകത്തൊരു സീറട്ട് കിട്ടി. അല്ലോ കുഞ്ഞുമോനെ അത് കളയല്ലേ. നമ്മുടെ മോളുടെ പാലിന്റെ കിടക്കുന്ന ഒരു 10 രൂപ പിടിച്ചു. ആയിക്കോട്ടെ. നമ്മൾ പറഞ്ഞ കാര്യം കേട്ടപ്പോ മോനിക്ക് സുഖം തോന്നണ്ട. പക്ഷെങ്കില് നമ്മുടെ മോള് കല്യാണപ്രായമായി നിൽക്കുമ്പം നമ്മള് കെട്ടണത് അതിന് മസാല ഉണ്ടെന്ന്. ജാനുവിന്റെ കെട്ടിയോൻ വരുമ്പോ ഓനെ തക്കരിക്കാൻ പുരയിലൊരാള് വേണ്ടേ? അതെ, നമ്മളെ കണ്ട ഇപ്പൊ എത്ര വയസ്സ് പോലും. പറയട്ടെ പറയട്ടെ, ഒരു 28 ഞാൻ എടുത്തിരിക്കുന്നു. ഞമ്മക്ക് വയസ്സ് തോന്നിക്കാണ്ടിരിക്കാൻ എന്താണ് കാരണം എന്നറിയാവോ? എന്താ കാരണം? നല്ല ചെറുപ്പക്കാർക്ക് പെൺകുട്ടികളെ കല്യാണം കഴിച്ചാലേ ഇങ്ങനെ കിയോട്ട് പോരും. എന്താണ് വയസ്സ്? അപ്പുട്ടി അനക്ക് നമ്മള് കണ്ടുവച്ചിക്കണ പെൺകുട്ടിക്ക് എത്ര വയസ്സാണെന്ന് അറിയാവോ? എത്ര വയസ്സാ? 12. അയ്യോ എനിക്ക് വേണ്ട. എനിക്ക് വേണ്ട. പിന്നെ അവള് കിടന്നു. അതിന് മസാല ഉണ്ടെന്ന്. വെള്ളം കുടിപ്പിക്കാണ്ടിരുന്നാ മതി. അല്ലോ ഞമ്മക്ക് ആയിഷാത്താൻ അവിടെ ഒന്ന് പോണ്ടായി മറന്നു പോയി. പിന്നെ അതാക്കി നമ്മളെ രംഗത്തേക്കാണല്ലോ പറഞ്ഞത്. ഒരു ചായ വെറുതെ വേണം. 12 മുല്ലാപ്ലേ ഞമ്മക്ക് 10 വയസ്സ് കൂട്ടിത്തരണേ നല്ല പ്ലേ. അല്ല എന്താ മുല്ലക്ക് ഈ ബക്കാലത്ത്? അല്ല ഇതൊന്നുമില്ലാന്ന്. നിങ്ങളുടെ മോളെ മിഠായി കഴിച്ചു കൊടുക്കാൻ ഞമ്മളെ ഏൽപ്പിച്ചിരിക്കണ് എന്ന് നിങ്ങൾ എഴുതി ഒന്ന് ഒപ്പിട്ട് തന്നാ മതി. അതാണ് ഈ ബക്കാൽ. അത് നമ്മുടെ മാഷോട് പറഞ്ഞാല് മാഷ് അതിന്റെ മട്ടം പോലെ എഴുതി വെച്ചിരിക്കെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള കാര്യമൊക്കെ ഞമ്മ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ഒരു കായിന്റെ ചെലവില്ലാന്ന്. വ്യാഴാഴ്ച തന്നെ നിക്കാറ്, അന്ന് തന്നെ വീട് കൂടലും. നിന്നെ കണ്ട് വർത്തമാനം പറയാനാണ് ഞാൻ വന്നത്. നിങ്ങളോട് എനിക്കൊന്നും പറയാനില്ല. നിന്നോട് എനിക്ക് പലതും പറയാനുണ്ട്. വേണ്ട വേണ്ട, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. നിങ്ങളല്ലേ അന്ന് രാത്രിയിൽ വന്നത് ഞാൻ തന്നെയായിരുന്നു. അത് എന്നെ കണ്ട് വർത്തമാനം പറയാൻ വേണ്ടി മാത്രമായിരുന്നു. നാട്ടുകാർ പറയുന്ന മാതിരി ചെറ്റമാന്താനല്ല. അമിന, നിനക്കറിയൂ, ഞാനും ഇബ്രാഹിനും മുതലാളിയും ഈ കല്ലായിക്കൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നവരെ ഇന്ന് 3 ആളും 3 നിലയിലെത്തി. അവരുടെ വിവരം ഒന്നും അറിഞ്ഞില്ലേ? ഞാൻ എന്താണ് നിന്നോട് പറയുക?
യുദ്ധത്തിന് പോകല് മരണത്തിന്റെ ഒപ്പം പോകലാണ്. എനിക്ക് നിന്നെ പണ്ടേ ഇഷ്ടായിരുന്നു. അന്ന് ഇബ്രാഹിമിന്റെ കല്യാണാലോചന വന്നപ്പോ ഞാൻ ഒഴിവായി. എനിക്കന്ന് പണിയില്ലായിരുന്നു, ഇബ്രാഹിമിന് പണിയുണ്ടായിരുന്നു. ഈ സുഖമായിട്ട് കഴിയുന്നത് കാണണം എന്നാണ് എന്റെ പൂജ. ഇതൊക്കെ ഇപ്പൊ പറയുന്നെന്തിനാ? എന്റെ മനസ്സൊന്ന് ഒഴിവായിക്കിട്ടും. ഇബ്രാഹിമിന്റെ വീടൊന്നും ഇല്ലാത്തപ്പോ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ട് ഞാൻ നിന്റെ സമ്മതം ചോദിക്കാൻ വന്നതായിരുന്നു. പകലൊന്നും നിന്നെ കണ്ട് വർത്തമാനം പറയാൻ കഴിഞ്ഞില്ല. എനിക്കും പല പെണ്ണും വന്നാലും മറ്റെങ്കില് എന്റെ കൽബിൽ ഇയ്യാവുള്ളത് അപ്പോഴും ഇപ്പോഴും എല്ലാം അങ്ങനെ വന്നുകൂടി. പടച്ചോന്റെ വീട്ടിൽ രണ്ടാമതും ഞാൻ തോറ്റു. മുതലാളിക്ക് നിന്നെ ഇഷ്ടമാണ്. അവരുടെ ചങ്ങാതിയായ നിങ്ങളാണോ ഇത് പറയുന്നത്? കഴിഞ്ഞതൊക്കെ മറന്നാൽ നിനക്കാണ് ഈ ചെറുപ്പാണ്. ഇത് നല്ല ബന്ധം. മുതലാളിയും നിന്നെ സ്നേഹിക്കാതെ കഴിയൂ. കരയാതിരിക്കും. കരയേണ്ടവൻ ഞാനാണ്. അന്ന് നിന്റെ സുഖത്തെ ചെല്ലിയാണ് ഞാൻ ഒഴിവായത്. ഇന്നും ഞാൻ ഒഴിവാവുക. നിന്റെ സുഖാണ് എന്റെ സുഖം. ഞാൻ പോണു. ഇത് മാത്രം എന്നോട് പറയല്ലേ ഉമ്മ? ഇതല്ലാണ്ട് എന്നോട് എനിക്ക് എന്താ പറയാനുള്ളത്? ഒരു മഴ പെയ്താ മതി, ഈ പൊര മുയേനിടിഞ്ഞു വരും. എവിടെ കിടന്ന് അന്തിറങ്ങണത്? ഉമ്മ, അവര് വരും. ആര്? ഇബ്രാഹിനാ? അപ്പൊ ഞാൻ ഈ പറഞ്ഞ നിനക്കത് തിരിഞ്ഞില്ലേ? ഇനി ഓൻ ജീവിച്ചിരിക്കണത് അങ്ങോട്ട് കൂട്ടിക്കള. എടി, എത്ര കാലായിട്ട് അവൻ പോയിട്ട്? 6 വർഷായി. അതിനുള്ളിൽ ഒരു എഴുത്താന് കഴിച്ച? ആരാ ചേർ അരിന്റെ പൈസ അനുക്കഴിച്ച? എത്ര കാലം ഒരു പെണ്ണിങ്ങനെ കാത്തിരിക്കുക? ഓ മരിച്ചിട്ടുണ്ടാവുന്നേ. എന്റെ വേദന, അന്റെ വേദന പെറ്റ തള്ളക്കല്ലാണ്ട് വേറെ ആർക്കല്ലേ അറിയാ? മരിച്ചുപോയി ഇബ്രാഹിന. നീ ഇങ്ങനെ ഇരിക്കുമ്പോ ഉരുകി ഉരുകി ഇല്ലാണ്ടാവുന്നത് ഞാനാ. എന്റെ ഒരുക്കം കൊണ്ടാ മോളെ ആ കാതിരി മുതലാളിക്ക് എന്നെ കെട്ടാൻ തോന്നിയത്. ഞാൻ ആരെയും കെട്ടുന്നില്ല. ഞാൻ മുമ്പൊരുത്തനെ കെട്ടിയോളാം. മോളെ, ഈ ഒരു പെണ്ണല്ലേ, അനക്കുണ്ടാവില്ലേ ഒരു പെണ്ണിന്റെ ദാഹവും മോഹവും? ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള പൂതി എനിക്കും ഉണ്ടാവൂലേ? ഞാൻ ആരെയും ബേജാറാക്കാൻ വരുന്നില്ല. ആ, ഞാൻ ബേജാറായ മതിയില്ല. ഉമ്മ ഇവിടെ ഇരുന്നോളി, ഞാൻ പോവാൻ പണിയെടുക്കാൻ. തുടങ്ങി പെണ്ണ് പിന്നെ ഇത് ഇവിടെ ഇരുന്നിട്ടുണ്ട് ആളുകൾ ചെറ്റമാന്താൻ വരുന്നു. പിന്നെ ഇത് പണിക്ക് പോയ തടയാ. പിന്നെ മോളെ, അനക്ക് ഈ ദുനിയാവ് തിരിഞ്ഞിട്ടില്ല. എളമാൻ കടവ് അറിയില്ല. ഒന്നും മിണ്ടായിരിക്കും ഉമ്മ. ഇത് ഞാൻ പറഞ്ഞ പോലെ കേട്ടാ മതി. എന്നാ ഉമ്മ എന്നെ കൊന്നോളാ? വേണ്ടടി, എന്നെ അവർ കൊന്നോളാ. ഞാൻ കുയിലിക്ക് കാല് നീട്ടിയിരിക്കുന്നത്. ഉമ്മ, അന്നൊരു ബൈക്കാക്കാറ് ഞാൻ ഭരിച്ചാൽ എന്റെ കണ്ണറിയില്ല മോളെ. പ്രായം തികഞ്ഞ പെൺകുട്ടികൾ കുടിയിലിരുന്ന് എങ്ങനെയും ചീത്തയാവും. അതാ ഈ ലോകം. ഇജ്ജ് ചീത്തയായാല് മരിച്ചുപോയ ഇബ്രാഹിം പോലും പൊരുത്തുണ്ടാവും. ഇബ്രാഹിമിന്റെ ഭാര്യ ചീത്തയായിന്നല്ലേ മോളെ ലോകം മുഴുവനും പറയാ. അത് കേട്ടാല് മരിച്ചുപോയ ഇബ്രാഹിമിന്റെ പൊട്ടിത്തെറിക്കും മോളെ. ഇസ്ലാം മതം പറഞ്ഞ മാതിരി പോണതാ മോളെ നല്ലത്. മരിച്ചു പോയവർക്കും കൂടി പൊരുത്താതാ മോളെ. എന്റെ പൊന്നു മോളെ അതവിടെ സമ്മതിച്ചേ. എന്റെ മോള് സമ്മതിച്ചോളാ മോളെ, എന്റെ മോള് സമ്മതിച്ചോളാം. എടാ ജാക്കൂസ, നിന്നെ തന്നെ വിളിച്ചു. ഇവിടെ വാ, ഇവിടെ വാ. എന്റെ പേര് മാറ്റി ഞാൻ അറിഞ്ഞാൽ നിനക്ക് എന്ത് പേരും ചേരും. ഇവിടെ വാ, ഇവിടെ വാ. എന്നാ ഇത് കയ്യിൽ വെച്ചോ. എന്നിട്ട് എന്താ വാങ്ങാണ്ട്? ഒന്നും വാങ്ങാനല്ല, അനക്ക് നമ്മളെ വക ഒരു പ്രസന്റ്. നിക്ക് നിക്ക്, അങ്ങനെ പോവല്ലേ. ഫർണിച്ചറും സാമാനൊക്കെ വരും. അതൊക്കെ നല്ല ഭംഗിയായിട്ട് ഒരുക്കി വെക്കണം.
നീ പുതിയാപ്പുഴയുടെ അറ ചമയിക്കാൻ കേമനാണല്ലോ. എന്താ ഞാൻ തന്നെ ചെയ്യാമല്ലേ? ഫസ്റ്റ് എന്ത് ഭ്രാന്തായി കാണിക്കുന്നേ? നിങ്ങൾക്ക് എന്ത് പറ്റി? എനിക്ക് മനസ്സിലാവണില്ല. ആർക്കും ആരും മനസ്സിലാവില്ല. ഞാൻ അനക്ക് തന്നെ എന്നെ മനസ്സിലായിട്ടുണ്ട്. അന്ന് ആമിനിയുടെ ചെറ്റ മാന്തിയത് ഞാനായിരുന്നു. നാട്ടുകാർ പറഞ്ഞുണ്ടാക്കിയെന്നൊന്നുമല്ല. ആമിനയ്ക്കറിയാം, ഇപ്പൊ എനക്കും അറിയാം. ആമിനെന്റെ ജീവനാണ്. അപ്പോ മുതലാളി കല്യാണം കഴിച്ചാല്? മുതലാളി കല്യാണം കഴിക്കണം. മുതലാളി കല്യാണം കഴിച്ചാൽ ഓക്ക് സുഖായി. ഓള സുഖാണ് ഇന്റെ സുഖം. എനിക്ക് കിട്ടിയ വക്കാലത്ത് പ്രകാരം വീരാന്റെ മകൾ ആമിനെ, വീരാന്റെ മോൾ ആമിനെ 19 മിസ്കാൽ മിസിരിപ്പൊന്ന് മഹർ കൽപ്പിച്ച് 19 മിസ്കാൽ മിസിരിപ്പൊന്ന് മഹർ കൽപ്പിച്ച് ഞാൻ നിങ്ങൾക്ക് നിക്കാഹ് ചെയ്തു തരുന്നു. ഹലാലാക്കി തരുന്നു. വീടരാക്കി തരുന്നു. ദൗജത്താക്കി തരുന്നു. ഞാൻ ശേഖരിച്ചിരിക്കുന്നു. ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. മമ്മൂട്ടിക്ക ആ തലമേൽ പിടിച്ചോളേ. മമ്മൂട്ടിക്ക ഒക്കെ റെഡിയായി. നിങ്ങള് പോയിക്കോളി. ഒക്കെ റെഡിയായോ? മണവാട്ടി ഇപ്പൊ വരും കേട്ടോ. അല്ല ആമുട്ടിക്ക് കരിയാണോ? കരഞ്ഞിട്ടില്ലെങ്കിൽ എന്റെ മനസ്സ് പൊട്ടിപ്പോ.
എനിക്കുണ്ടോ മക്കളെ വെക്കാൻ അറിയുന്നു, ഞാൻ എങ്ങനെയൊക്കെയാണ് ചെയ്തു. മണമാറ്റം നടത്തി തരും. ഓ മതി. ബാമ മോളെ വലത്തുകാല് വെച്ചിറങ്ങും. ജാനു, ഓ ഏതാ എന്റെ വലത്തുകാല്? ഞങ്ങൾക്ക് നേർവഴി കാണിച്ചു തരേണമേ. വഴി പിഴയ്ക്കാത്തവരുടെ മാർഗത്തിൽ, നിന്റെ കോപത്തിന് അർഹരല്ലാത്തവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെയും ചേർത്തു കൊള്ളേണമേ. ആമീൻ. അല്ലാഹു അക്ബർ. നീ എന്റെ ശരീരത്തിൽ കനിഞ്ഞർപ്പിച്ച പ്രാണൻ നീ തന്നെ തിരിച്ചെടുത്തു കൊള്ളുന്നതിന് മുൻപേ ജീവിതത്തിന്റെ മഹത്വം എന്തെന്ന് ആസ്വദിക്കുവാൻ ഒരവസരം നീ എനിക്ക് നൽകണമേ. ആമീൻ. ആമിനി, ആമിനി, നമുക്ക് ആ കട്ടുമ്പിലേക്ക് ഇരിക്കാം. ഓ, ഇങ്ങനെയൊരു നാണം. നീ ഇങ്ങനെ നിൽക്കുമ്പോ എനിക്ക് ഇരിക്കാൻ കഴിയും? നീ ഞാനും ഒന്നല്ലേ? നിന്റെ സുഖമാണ് എന്റെ സുഖം. എന്റെ സ്വത്ത് മുഴുവൻ നിന്റേതാണ്. ഈ വീട് നിന്റേതാണ്. എന്റെ മനസ്സിനിണങ്ങിയ പെണ്ണിനെ ഞാൻ കണ്ടത് ഈ അടുത്ത കാലത്താണ്. അവളെ എനിക്ക് തന്നെ കിട്ടുകയും ചെയ്തു. ഞാൻ ഭാഗ്യവാനാണ്. ആമിനെ കരയാണോ? നമ്മളൊക്കെ എത്ര കരഞ്ഞാലും മരിച്ചുപോയൊരു തിരിച്ചു വരൂല ആമിനെ. അപ്പോ ഇങ്ങനെ അത് പറഞ്ഞു? എന്തോന്നു? അവര് മരിച്ചെന്ന്. അപ്പോ ആമിനത് വിശ്വസിച്ചില്ല? ഇല്ല ഇല്ല ഇല്ല, അവര് മരിച്ചിട്ടില്ല, അവര് മരിച്ചിട്ടില്ല. മുത്തു ചങ്ങായി, വൈകിപ്പോയടാ. അപ്പൊ ഞാൻ ഈ കേട്ടത് ശരിയാണോ? ശരിയാണ്.
കുട്ടി എന്റെ മോളിലെ ഗതി ഇങ്ങോട്ട് നോക്കി. ഇരുമ്പ് നന്നാവണോ? ചൂടാക്കണം. ചൂടാക്കിയാൽ മാത്രം പോരാ, കൊള്ളണം. മോളെ ഇതൊന്നു പോ, നീ വന്ന എനിക്കൊരു തടവ. ചൂടായിട്ട് തണുപ്പിക്കണം, എങ്കിലേ ഇരുമ്പിനൊരു ബലം കിട്ടും. അതുപോലെ തന്നെയാ മനുഷ്യൻ. അപ്പഴത്തിനും മനസ്സിന്റെ പണി തീരൂല കുട്ടി. എങ്കിലേ മനുഷ്യനാവും. ചൂടും വേവും അനുഭവിക്കണം. നീ ഇബ്രാഹിനെ കണ്ടിരോ? എന്താ ഓന്റെ നില? എന്തൊക്കെയോ ഉള്ളിലുണ്ട്, പക്ഷെ ഒന്നും പുറത്തു വിടുന്നില്ല. പട്ടാളക്കാരനല്ലേ? പട്ടാളക്കാരന് മാത്രമല്ല, ഒരു ദജ്ജാലാ. ഗോയിനാരെ, ഇതിൽ നിന്ന് കഴിച്ചിലാൻ വേണ്ടി എത്ര പണം വേണമെങ്കിലും ഞാൻ ചെലവാക്കാം. ഈ ഗോവിന്ദനായൊരു കളിച്ചാലുണ്ടല്ലോ, ഈ ഹരിജി അങ്ങോട്ട് ചെല്ലട്ടെ, അപ്പ കാണാം. ഇതാണ് കോടതി പണി. എന്ത് പണി? കോടതി പണി. വായിക്കുന്നവരെ വായിക്കാൻ മുതലാളി. ബഹുമാനപ്പെട്ട
മലയാളങ്ങളോട് സമക്ഷത്തിങ്കിലേക്ക് ഭാഷ എന്ത് ഭാഷാഭംഗി സമക്ഷത്തിങ്കിലേക്ക് കോഴിക്കോട്ടുകാർക്ക് നഗരമിഷം ദേശത്ത് താമസിക്കും ഒറ്റമാളിയിൽ അബ്ദുള്ളക്കുട്ടി മകൻ മരക്കച്ചവടം കാതർ ബോധിപ്പിക്കുന്ന സങ്കടഹരിതി നിരന്തരം ദേവപുത്രമൂന്നിപ്പിക്കുകയും ചെയ്തു വരുന്നത് മാത്രം. അതുകൊണ്ട് മേലാധികാരത്തിലേതായി ഉണ്ടായി അക്രമിയും എന്തും ചെയ്യാൻ മടിയില്ലാത്തവനുമായ എതിർകക്ഷിയുടെ എങ്ങനെയുണ്ട് ഹരിജി? എങ്ങനെ? ആ, നല്ല ഊസ്ഥിരം കത്തി. ആയില്ല, കളി മൂത്തില്ല. ഗോവിന്ദനായരെ കളരിയിലങ്ങനെ ഇറങ്ങിയുള്ളൂ. ഗോവിന്ദനായരെ മുതലാളി കുറച്ച് സമ്മാനിക്കും. ഈ കത്തവിടെ എത്തിയിട്ടുണ്ടല്ലോ, MSB ക്യാമ്പ് നാളെ കല്ലായി കിടത്താം. എങ്ങനെ എങ്ങനെ എങ്ങനെ? MSB വരണമൊക്കെ വന്നു, പക്ഷെങ്കിൽ അടി ചിലപ്പോ ഞമ്മളെ പുറത്തായിരിക്കും. ഞാൻ എങ്ങനെ എബ്രാമാപ്പിളിനോട് പോയി പറയുക? നീ അല്ലാതെ പിന്നെ ആര് പറയും? പറഞ്ഞാൽ മാത്രം പോരാ, എന്റെ വേദന മുഴുവൻ പറയണം. ശരി, ഞാൻ പറയാം. ആമിന് വിഷമിക്കണ്ട, ഇപ്പൊ തന്നെ പറയാം. ജാനു, നിനക്ക് എന്റെ ബേജാറില് നിനക്കൊരു ചായ തരാൻ കൂടി മറന്നുപോയി. അതൊക്കെ പിന്നെ. കടലിന്റെ പുന്നാര മണവാട്ടി 16 തികഞ്ഞിട്ടും കല്യാണം കഴിഞ്ഞിട്ടും പാവാട മാറ്റാത്ത പെൺകുട്ടി കല്ലായി പുഴയൊരു മണവാട്ടി കടലിന്റെ പുന്നാര മണവാട്ടി 16 തികഞ്ഞിട്ടും കല്യാണം കഴിഞ്ഞിട്ടും പാവാട മാറ്റാത്ത പെൺകുട്ടി കല്ല
കല്ലായിപ്പുഴ കടലിന്റെ മണവാട്ടി, നീ ആരുടെ മണവാട്ടി? നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിക്കുന്നു. ഞാൻ എവിടെ നിന്നാണ് വരുന്നത് നിനക്കറിയാമോ? എവിടെന്നാ? ശരി വാ, പറഞ്ഞുതരാം. വരൂ. ഞാന് പള്ളിയിൽ നിന്ന് വരികയാണ്. നമ്മുടെ കല്യാണമൊക്കെ നിശ്ചയിച്ചു. അക്രമം ആരെങ്കിലും കണ്ടാൽ ജാനു എപ്പോ വന്നു? ഞാൻ വന്നതല്ല, എന്നെ പറഞ്ഞു വെച്ചതാണ്. ആര്? നിങ്ങളുടെ ഭാര്യ. എനിക്കിന്നൊരു ഭാര്യയില്ല. അവസാന വാക്ക് പറയാതിരിക്കേ. എല്ലാം അവസാനിച്ചു ജാനു. ഇല്ല, കാര്യം അറിഞ്ഞ് സംസാരിക്കേ. അറിയാൻ ഇനി ഒന്നും ബാക്കിയില്ല. നിങ്ങൾ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല. അവളുടെ അന്തസ്സിനെ അറിയിക്കാൻ. അല്ല കോയ, നിങ്ങൾക്ക് മനസ്സിലായില്ല. മനസ്സിലായിടത്തോളം മതി. മോതിരക്കൈ പിടിച്ചപ്പം ചിരിച്ചോണ്ട് പോയി അല്ലേ? വേണ്ട, എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. നിങ്ങൾ ഈ പറയുന്നത് ശരിയല്ല. നിങ്ങൾ വരുന്ന ആളെ അറിഞ്ഞിരുന്നോ? ജപ്പാൻകാരുടെ ജയിലിൽ കിടക്കുമ്പോ എങ്ങനെ അറിയിക്കാന്? നിങ്ങൾ ജയിലിൽ നിന്ന് ഇറങ്ങിയില്ലേ? അവിടെ ഒരു പോസ്റ്റ് കാർഡ് കിട്ടാനില്ലായിരുന്നോ? എഴുതേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. എന്റെ ഭാര്യ എനിക്ക് വേണ്ടി കാത്തിരിക്കില്ലെന്ന് ഞാൻ കരുതണം. നീ പറയൂ. അവള് കാത്തിരുന്നു. ദിവസങ്ങളല്ല, മാസങ്ങളല്ല, കൊല്ലങ്ങൾ. ഒന്നല്ല, രണ്ടല്ല, 6. അപ്പോഴും ആമനയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു നിങ്ങൾ വരുന്നു. പക്ഷെ നിങ്ങളുടെ കത്തുമില്ല, വിവരവും ഇല്ല. പട്ടാളത്തിൽ പോയവരെല്ലാം മരിച്ചെന്ന് കല്ലായ്ക്കലെല്ലാം സർവറ കമ്പി. എന്നിട്ടും ആമിനെ കുലുങ്ങിയില്ല. നിങ്ങളുടെ വിവരം പിന്നെയില്ല. അപ്പോഴാ മോലാളിന്റെ ആലോചന. ഞാനെല്ലാം കേൾക്കുന്നുണ്ട്. ആമനിക്ക് നല്ല വക്കീലിനാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ തന്നെയാ കേൾക്കേണ്ടത്. ആമിനയ്ക്കത് ഇഷ്ടമില്ലായിരുന്നു, അവളെതിരായിരുന്നു. എന്നിട്ട് അല്പം പോലും കാത്തിരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ആരോരുമില്ലാത്ത ഒരു പെണ്ണിന് ആകാശം പിടിച്ചിരിക്കാൻ കഴിയുമോ? എനിക്ക് കഥ കേൾക്കണ്ട. അവൾ എനിക്ക് ജീവനായിരുന്നു. ആ ജീവൻ കെട്ടിട്ടില്ല. ആമിനയ്ക്ക് നിങ്ങളെ ഇപ്പോഴും ജീവനാ. എന്ത്? ആര് പറഞ്ഞു? ആമിന തന്നെ. ഞാൻ ഈ കേൾക്കുന്നത് നേരാണ്? നേര്. നിങ്ങൾ എങ്ങനെയെങ്കിലും എന്റെ ആമിനെ രക്ഷിക്കണം. ശരി, ഞാൻ പൊയ്ക്കൊള്ളൂ. കോയ, എന്റെ ആമിനയുടെ മനസ്സിൽ തീയ. ആ തീ നിങ്ങൾ എന്നെ കെടുത്തണേ.
ജാനുവിനെ കണ്ടിട്ട് കുറെ കാലമായി. ഓ, കണ്ടതുകൊണ്ട് തന്നെ മതിയായി. കണ്ടവരൊന്നും കഷ്ടത്തിലാക്കിയത് പോരായിരിക്കും. എന്താ ജാനു ഈ പറയുന്നത്? ഞാൻ ആരെയും കഷ്ടത്തിലാക്കിയില്ല. നിങ്ങൾ നിങ്ങളുടെ മുതലാളിയും കൂടെ അല്ലേ ആമിനെ കഷ്ടത്തിലാക്കിയത്? പെണ്ണേ, നീ കൽബി കൊത്താതെ അമ്മീമ പോയി കൊത്ത്. ഞാനവളെ രക്ഷിക്കല്ലേ ചെയ്തത്? ആരൂരില്ലാത്തവൾക്ക് ഇപ്പൊ നാഥനായില്ലേ? ആമിനെ നാഥൻ ഇപ്പോഴും ഇബ്രാഹിം മാപ്പിള തന്നെയാ. അത് നിങ്ങൾക്കറിയോ? നിന്നോട് ആര് പറഞ്ഞു? ആര് പറഞ്ഞാലേ എനിക്ക് വിശ്വാസാവുക? ആ ആള് തന്നെ പറഞ്ഞു. ആര്? ആമിന. അപ്പോ നിങ്ങൾക്കിത് മുടക്കി കൂടായിരുന്നു ആമുട്ടിയാപ്പിളെ? ജാനുവിനെ മുടക്കിക്കൂടെ? നീയും കൂട്ടി നിന്നു. എനിക്കൊരു പെണ്ണ് കേട്ടു. ആരെങ്കിലും കണ്ടിരിക്കണം? ഉണ്ടല്ലോ, സമ്മതം കിട്ടിയില്ലാതെ മാത്രം. ഏടുന്ന്? ആകാശത്തുനിന്നാ? ആകാശത്ത് തന്നെ. ഓ, ഭൂമിയിലുള്ളവരെ ആരെയും പിടിക്കില്ലായിരിക്കും. പിടിക്കാനിട്ടല്ല ഞാൻ. പിടിച്ചാലും പിടിച്ചില്ലെങ്കിലും എല്ലാം നിശ്ചയിക്കുന്ന ആകാശമാണ്. നടക്കുന്നത് ഇവിടെ നിന്നാണെന്ന് മാത്രം. പടച്ചോന്റെ ഒരു തായങ്കളി. നിങ്ങൾക്ക് എപ്പോഴും കളി തമാശയാ. ഒരു തമാശയല്ല ജാനു, കാര്യമാണ്. ആമിനയ്ക്ക് സുഖാവട്ടെ എന്ന് കരുതിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്തത്. നോക്കാം. പെണ്ണുങ്ങളുടെ മുഖം മാത്രമേ ആണുങ്ങൾ കാണുന്നുള്ളൂ, മനസ്സ് കാണുന്നില്ല. എന്നെ തുടരുത്. പിന്നെ ആരാടി നിന്നെ തൊടേണ്ടത്? എന്റെ മാപ്പിള. അന്റെ മാപ്പിള തന്നെയാണ് ഞാൻ. അല്ല, എന്റെ മാപ്പിള മരിച്ചെന്ന് കള്ളക്കഥ കെട്ടിയുണ്ടാക്കി എന്നെ ചതിച്ചവനാണ് നിങ്ങള്. അല്ലെങ്കിൽ എന്തിനാ നിങ്ങളെ പറയുന്നത്? എന്റെ പെറ്റ തള്ളവരെന്നോണ പറഞ്ഞ് എന്നെ ചതിച്ചു. പക്ഷെങ്കിലേ കയ്യിൽ പണം ഉണ്ടെന്ന് കരുതി ആരാ എന്റെ പെണ്ണുങ്ങളെ വില കൊടുത്ത് വാങ്ങിക്കാമെന്ന് നിങ്ങൾ കരുതണ്ട. ഞാനൊരു പെണ്ണാണ്, മരമല്ല. എല്ലാരും തലയിലും തീയാണ് ഇപ്പോഴും. നിങ്ങൾ കണ്ടില്ലേ ആ ആമിനേന്റെ ബേജാറ്? അത് നാളെ ശരിയാവും. എങ്ങനെ? ആമിന ആരുടെ ഭാര്യയാണെന്ന് കാലിയാർ നാളെ വിധി പറയും. ചിത്തിരത്താലെ പണിന്ത കൂട്ടിൽ പൂകിന്തുതേ ചേർന്ന കിളി രണ്ടും ജോഡിയായിട്ടിരുണ്ടുതേ മെത്ത കാസാറിന്നൊരുത്തി കണ്ടു ബിരുത്തുന്നേ മേന്മയിൽ നമ്മളെ പക്ഷി കൂടെ കയറുന്നു. മതവിധികളെല്ലാം ശരിക്കും പരിശോധിക്കാതെ ഈ വിഷയത്തിൽ പെട്ടെന്ന് ഒരു തീരുമാനമെടുത്തുകൂടാ. മുഹമ്മദ് നബിയുടെയും
അനുയായികളുടെയും കാലത്ത് ഇതേമാതിരി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് അല്പം സമയമെടുത്ത് അതുവരേക്കും ഒരു താൽക്കാലിക വിധി. മതത്തിൽ ഒരു പെണ്ണിന് 2 ഭർത്താക്കന്മാരുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തൽക്കാലം ആമിന ഖാദറിന്റെ വീട്ടിൽ താമസിക്കാൻ പാടില്ല. ഇബ്രാഹിമിന്റെ കൂടെയും താമസിക്കാൻ പാടില്ല. ഈ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുന്നത് വരെ ആമിന ഒറ്റയ്ക്ക് താമസിക്കട്ടെ. നോക്ക് എന്തൊക്കെയാ വേണ്ടിയാ ചെയ്തു തരാൻ കാര്യമായിട്ട് പറഞ്ഞിരിക്കണം. വീട് വരെ പോയിട്ട് ഉമ്മയൊന്ന് ഇങ്ങോട്ട് വരാൻ പറയും. ആമിന, കണ്ണീര് കൊണ്ടാണോ നീ എന്നെ യാത്ര അയക്കുന്നത്? ഇനി എന്നാ കാണുക? പട്ടാളത്തിൽ പോണത് എന്റെ ശരീരം മാത്രമാണ്. എന്റെ മനസ്സ് നിന്റെ കരൽ വെച്ചിട്ടാണ് ഞാൻ പോണത്. നിങ്ങൾ പോയാല് ഞാൻ പോണത് നിന്നെ പോറ്റാന്. സന്തോഷത്തോടുകൂടി നീ യാത്ര അയക്കൂ. ഒന്ന് ചിരിക്കൂ, ചിരിക്കൂ അമന, ചിരിക്കൂ. എടാ മോനെ അപ്പുട്ടി, നീ ഇങ്ങനെ ശരീരം അളകി അടിക്കല്ലേ, ക്ഷീണിച്ചു പോവും. പിന്നെ ഒരു കാര്യം, ഞമ്മള് കോയിനറക്കണ കത്തിക്ക് മൂർച്ച പോയി. ഒന്ന് മൂർച്ചണ്ടാക്കി തന്നട്ടെ. അല്ല ഈ കുട്ടിക്കെന്ത് നമുക്ക് തലവേദന? അതിനൊക്കെ മസാല ഉണ്ട് മോളെ. ഗുളികൊണ്ടൊന്നും ഒരു ഫലമില്ല മുല്ലാപ്പിളെ. അല്ല ഞമ്മളൊന്ന് മന്ത്രിച്ചു ഊതാ, തലവേദനയൊക്കെ പറക്കും. അതിനൊക്കെ മസാല ഉണ്ടെന്ന്. ശരി, ഒന്ന് മന്ത്രിച്ചു ഊതി കൊടുക്കും മുല്ലാപ്പിളെ. ഓള് തലയും കൂടി കാണിക്കും. രാത്രി വരും കേട്ടാ. അപ്പട്ടി നേരത്തെ ഭാരടച്ച് കിടന്നു. എന്താ യുദ്ധം? പടച്ചനെ എപ്പോഴാണ് ബോംബിടുന്നെന്ന് അറിഞ്ഞൂടാ. നമ്മൾ 6 മണിക്ക് കലവറച്ചെടുത്തോളാം. അത് മതി. പിന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പട്ടി യുദ്ധോട്ടാ. യുദ്ധം അത് മതി. യുദ്ധം എന്താ ഓർക്കാൻ? എന്താ ഇല്ല മോനെ, അത്തർ ബാങ്ക് കേട്ട് നിസ്കരിക്കാൻ ഓടിയതാ. അല്ല മുല്ലാക്ക നിസ്കരിക്കോ? സമയാസമയങ്ങളിൽ നിസ്കരിച്ചില്ലേ പടച്ചോൻ തല്ലൂലേ മോനെ. അപ്പൊ ഭർത്താക്കന്മാര് ജീവിച്ചിരിക്കുമ്പോ ഭാര്യമാരെ കല്യാണം കഴിച്ചു കൊടുത്ത പടച്ചോൻ തല്ലൂലേ? കുഞ്ഞുവിനെ തല്ലല്ലേ ഇബ്രാഹിമേ.
മോൻ തിരിച്ചു വരുമെന്ന് മൊല്ലാക്ക കരുതിയില്ലടാ കരളെ. നാട് മുഴുവൻ പറ്റിക്കിടക്കുന്ന റാക്കൽ. മോളെ എണീറ്റൊരു യാസിനോദിതായ അർത്ഥമാ. എനിക്ക് വയ്യ ഉമ്മ. ചെല്ലടി മോളെ, ഇന്ന് 14 രാവാണ്. വേഗം ചെല്ലുമോ. അല്ല എല്ലാപ്പട്ടേ കിടന്നു ഉറങ്ങിയില്ലേ? എങ്ങനെ ഉറങ്ങാനാ? കള്ളു കുടിക്കാതെ എങ്ങനെ ഉറങ്ങാനാ? കള്ളു കുടിക്കാൻ കാര്യമില്ല. അപ്പട്ടേ യുദ്ധം. 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 മുല്ലാപ്പ ഒരു ബീഡി വലിച്ചു. അല്ല ഒരു ബീഡി കിട്ടാനായിട്ട് ഞമ്മക്കുണ്ടായ ഒരു ബേജാറേ. അപ്പട്ടേ ഇച്ചിരി തീത്ത കൊല്ലന്റെ ആരെയാണ് തീ തിരക്കുന്നത്. അതിന് തീയില്ല. ഒന്നൊന്ന് അടിയിലോട്ട് തപ്പി നോക്ക്. ഉണ്ടാ മണം പെരുന്നല്ലോടാ കൊട്ട. മൊല്ല, നിന്റെ താടിക്ക് അല്പം നീളം കൂടുതലാ. നിന്നെ ഇത് ചെയ്താ പോരാ. നിന്റെ തൊഴിലെന്താ? കുട്ടികൾക്ക് വേദം പറഞ്ഞു കൊടുക്കലല്ലേ നിന്റെ തൊഴില്? നിന്റെ വേദപുസ്തകത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? അന്യ സ്ത്രീകളെ നോക്കാൻ പാടില്ല എന്നല്ലേ? നമ്മൾ അന്യ സ്ത്രീകളെ എവിടെയിട്ട് നോക്കി? ഇതെന്താണ് അപ്പനും മാതാക്കിനോട് കളി വന്നത്? യുദ്ധത്തിന് വന്നോണ്ട് ആ താടി കരിച്ചു കളഞ്ഞത്. എന്നാ ഇതൂടെ കൊണ്ടുപോക്കോ. മസാല. അമ്മോ, നമ്മ വീട്ടിൽ ചെന്ന ഭാര്യ വരെ നമ്മളെ തിരിച്ചറിയാത്ത വീട്ടിൽ കരിച്ചു കളഞ്ഞല്ലോ. 12-ലായല്ലോ മുല്ലാപ്ലേയിനി യുദ്ധം ചെയ്യാൻ ഇങ്ങോട്ട് വരരുത് കള്ളാപ്ലേ. ഓന്റെ പണി നമ്മൾ തീർത്തോളാം. ആരും അറിയില്ല. മെനക്കിടുന്നതിന് മുതലാളി 2000 ഉറുപ്പിക എനിക്ക് തരണം. ശരി, അതിരമാൻ പോയിക്കോ. ഞാനൊന്ന് ആലോചിക്കട്ടെ. ശരി. നായരോ, വരി. നല്ല സമയത്താണ് നായർ വരുന്നത്. കുത്തിരിക്ക്. നല്ല സമയത്ത് നായര് വരും. നിങ്ങളോട് കാര്യമായിട്ടൊരു സംഗതി പറയാനുണ്ട്. എന്താണോ? നാളെ നേരം വെളുക്കുമ്പോ കല്ലായിപ്പുഴയിൽ ഇബ്രാഹിമിന്റെ മയ്യത്ത്. എന്റെ ഗുരുവായൂരപ്പ, പേടിക്കണ്ട, ആരും അറിയാൻ പോകുന്നില്ല. എന്ത് പറയുന്നു? വകുപ്പ് 302. കുഴപ്പമില്ലേ മുതലാളി? എന്തിനാ ഈ കുഴപ്പമൊക്കെ കഴുത്തിൽ മാലയാക്കിയിട്ട് നടത്താൻ പോണേ? 2000 ഉറുപ്പ്യ കൊടുത്ത ഇബ്രാഹിം തന്നെ പോവില്ലേ? നേരോ തന്നേന്ന് ഉറുപ്പ്യ 2000 ഓന്റെ കിട്ടിയാൽ ഓനെ വാട്ടിന് പോകും. ഉഗ്രം പോയിന്റ്. എന്താ അമ്മൂട്ടി? പിന്നെ എന്റേത് കോടതി പണിയല്ല, കോടതി അപ്പുറത്തെ പണിയാ. അപ്പുറത്തെ പണി. കണ്ടാരക്കട്ടുമ്മൽ ഭണ്ഡാരളത്തകത്തെണ്ടതിലുണ്ടാനേയൊരുത്തി കഹനില്ലൂതിത്ത ഖമർ പോൽ മുഖം കത്തിലെങ്കി മറിന്താനേ. വണ്ടിറകൊത്ത കറുപ്പ് മൂടിക്കെട്ടും വില്ലുല കൊൽപ്പാനേ തിലകം വാർച്ച മുഖം മൂക്കും പോർപ്പ വിഴച്ചുണ്ടും കറക്കഴുത്താനേ. എന്ന് വെച്ചാൽ അവളെ പോലെ ഒരു സുന്ദരി ലോകത്ത് വേറെ ഇല്ല എന്നർത്ഥം. എന്ന് ആര് പറഞ്ഞു? ആര് പറഞ്ഞു ചെയ്യുന്നോടാ? രാമനെ പോലെ ഒരു സുന്ദരി ലോകത്തില്ലെന്ന് ഞാൻ പറയുന്നു. ഇത് ഞാൻ പറഞ്ഞതല്ല, പിന്നെ മോയിൻകുട്ടി വൈദ്യൻ. ഓഹോ, പാട്. പാട്.
തുള്ളല്ലേ പാടരുത്, പാടാൻ പാടില്ല. തുള്ളല്ലേ പാടരുത്, പാടാൻ പാടില്ല. നിന്നെ ചെറുപ്പം മുതൽക്കേ എനിക്കറിയാം. എനിക്കും. പടച്ചോന്റെ വിധി, സംഗതികളൊക്കെ ഇങ്ങനെ വന്നു. എനിക്ക് നിന്നോട് വെറുപ്പില്ല. അത് തിരിച്ചു പറയാൻ എനിക്കാവില്ല. വന്നതൊക്കെ വന്നു. ഇനിയത്തെ കാര്യം നോക്കണം. ബമ്പന്മാരെ കൊണ്ട് നിന്നെ ഇവിടെ നിന്ന് അടിച്ചു പായിക്കാന്ന് എന്നോട് ചിലർ പറഞ്ഞു. ഞാൻ അതിന് നിന്നില്ല. ഓഹോ, ദയ വിചാരിച്ചിട്ടാവും. മുതലാളിമാരുടെ ദയ. ഇല്ല ബ്രൈനെ, എനിക്ക് നിന്നോട് ഒരു വെറുപ്പുമില്ല. ആമിനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി പോയി. ഏതാമിന? എന്റെ ഭാര്യ ആമിനയുടെ കാര്യമാണോ പറയുന്നത്? ഇനി നല്ലത് ആമിനയുടെ സുഖം നോക്കലാണ്. അവൾക്ക് സുഖം വേണോ? അവൾ എന്റെ കൂടെ ആയിരിക്കണം. ആര് പറഞ്ഞു? ആരും പറയാതെ എനിക്കറിയാം. അവളുടെ മനസ്സറിഞ്ഞ ഒരുത്തനേ ഉള്ളൂ. അവളുടെ ഭർത്താവ് ഞാൻ. ബ്രൈനി, നീ ആരും അറിയാതെ സ്ഥലം വിട്ടാൽ എല്ലാ കുഴപ്പങ്ങളും തീരും. ഇബ്രാഹിം, എനിക്ക് വേണ്ടി അത് ചെയ്യണം. ആമിനയ്ക്ക് വേണ്ടി അത് ചെയ്യണം. പോകുമ്പോൾ ചെലവിന് വേണ്ടി പണം കൊടുത്ത് മരം വാങ്ങിയ പരിചയം നിനക്ക് നല്ലവണ്ണമുണ്ട്. പക്ഷേ കെട്ടിയ പെണ്ണ് വിൽക്കാൻ ഇബ്രാഹിം പഠിച്ചിട്ടില്ല. നിന്റെ പണമൊക്കെ എനിക്ക് പുല്ലാണോടാ. ഇബ്രാഹിമേ, എടുക്കണ പണം. നിനക്ക് ജീവിക്കാൻ വേണ്ടി മറ്റുള്ളവരെ ജീവിപ്പിക്കാമെന്ന് നീ ടെൻഡർ എടുത്തിരിക്കുകയാണ്. എടുക്കണം. പാവങ്ങളെ ചൂഷണം ചെയ്ത് സമ്പാദിച്ച പണം കൊണ്ട് മനുഷ്യബന്ധങ്ങളെ വിലക്കി വാങ്ങിച്ചു കളയാമെന്നാണ് നിന്റെയൊക്കെ ധാരണ. ഇറങ്ങിപ്പോയി വന്നു. ഞാനോട് മാറാനല്ലോ. ആമിന, 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 ആരാ? വാതിലവർക്ക് തുറക്കൂല. കാതരാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്നെ കാണാൻ പാടില്ല. ഇതെന്റെ വീടാണ്. ഇതിപ്പോ കാര്യാരുടെ വീടാ. ഉറക്കൽ ശീത്തന വാതിൽ. എന്റെ കൈ കൊണ്ട് വാതിൽ തുറന്നിട്ട് നിങ്ങൾ ഈ വീട്ടിനകത്ത് കയറില്ല. ഞാൻ ഈ വാതിൽ ചവിട്ടിപ്പൊളിക്കും. എന്നാ എന്റെ മയ്യത്തായിരിക്കും നിങ്ങൾ കാണുന്നത്. കാര്യാരുടെ കത്തരയാണ് നീ ആമിനെ കാണരുതെന്ന്. മതത്തിനെതിരായിട്ട് ഒന്നും ചെയ്യരുതേ മോനെ.
സഹായിക്കുന്ന കൈ തട്ടല്ലേ. സഹായം ആദ്യം മുതലാളി വന്നു, ഇപ്പൊ കാര്യസ്ഥൻ വന്നിരിക്കുന്നു. നിങ്ങളുടെയൊക്കെ വിചാരം കല്യാണം ഒരു കച്ചവടമാണെന്നാണ്. നഷ്ടക്കച്ചവടം എനിക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഓഹോ, അപ്പൊ ലാഭക്കച്ചവടത്തിന് വന്നതായിരിക്കും. ഭാര്യമാർ ഒരുതരം മരമാണെന്ന് ഞാൻ കരുതുന്നില്ല ബ്രൈനെ. ബ്രൈനെ, ആമിനയ്ക്ക് സുഖാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളൊക്കെ കല്യാണത്തിന് കൂട്ടുന്നത്. സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ച്, പക്ഷെങ്കിൽ എത്തിപ്പെട്ടത് നരകത്തിലാണ്. നിങ്ങൾ എന്നെ വിശ്വസിക്കും, എന്റെ സഹായം തട്ടിക്കളയില്ല. അപ്പോ നീ എന്നെ സഹായിക്കും? ഞാൻ ആമിനെ സഹായിക്കും. ഉറപ്പാണോ? ഉറപ്പ്. എന്നാ എനിക്ക് എന്റെ ആമിനെ ഒന്ന് കാണണം. എപ്പോ? ഇപ്പം തന്നെ. അവിടെ കാവലുണ്ട്. അവളുടെ മുമ്പിൽ തന്നെ ആയിക്കൊള്ളട്ടെ എന്റെ മരണം. ആമിന എന്റെ ജീവനാണ്. ഇബ്രാഹിം ആമിനയ്ക്കും ജീവനാണെന്ന് എനിക്കറിയാം. രണ്ടാളുടെയും ജീവൻ പോകരുത്. നീ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണോ? ഞാനത് പഠിച്ചിട്ടില്ല, ഇന്നോളം വാക്ക് തെറ്റിച്ചിട്ടുമില്ല. ഞാൻ ഇന്ന് പാതിരയ്ക്ക് ഇവിടെ വരും. അതുവരെ ഒന്ന് ക്ഷമിക്കും. കാതറിന്റെ കാര്യസ്ഥനെ ഞാൻ വിശ്വസിക്കണോ? കാര്യസ്ഥനൊക്കെ തന്നെയാണ്. പക്ഷേ അതിനേക്കാളും മുമ്പ് ഇബ്രാഹിയുടെ സേവനായിരുന്നു. ഇപ്പൊ ആമിനെ ഇക്കാക്കിയാണ്. ഇബ്രാഹിനെ, ഇതൊന്നും മനസ്സിലാക്കണം. ഇത് ഒരുപാട് രാജ്യം കണ്ടിക്കണം. മുതലാളി എന്റെ മാതിരി തന്നെയാണ്. പക്ഷെങ്കിലേ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. പൈസ ഉണ്ടാക്കിയില്ല, എവിടെയും കാണാനും കഴിഞ്ഞിട്ടില്ല. ഞാൻ ഓർമ്മ വെച്ചപ്പോൾ മുതൽ കല്ലായിക്കലാണ്, ഇപ്പോഴും കല്ലായിക്കലാണ്. എങ്കിൽ എനിക്കും കുറച്ചൊക്കെ തിരിയും. എനിക്കും നേരും നേരിയുണ്ട്. ഈ ആമിനെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് ഞാൻ അവളെ സ്നേഹിച്ചിരുന്നു. ഈ പട്ടാളത്ത് പോയി മരിച്ചുപോയി അറിഞ്ഞപ്പോഴും ഞാൻ അവളെ സ്നേഹിച്ചിരുന്നു. ഇപ്പോഴും ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോഴും ഓൾ എനിക്ക് ആരാന്നറിയോ? ഇബ്രാഹിനെ, ഓൾ നിന്റെ പെങ്ങളാണ്. ജാനു, പടിഞ്ഞാറുന്ന് വെളിച്ചം കണ്ടാൽ എന്താ ഫലം? ഇയാള് കൊസ്രാക്കുള്ളിയും പറഞ്ഞല്ലാതെ വരില്ല. കൈസറിന് ജാനു ഇത്ര ഇഷ്ടമാണ്. ഏതായാലും മനുഷ്യർക്കില്ലല്ലോ. ഈ ബേജാറാവണ്ട. എന്റെ കൈസർ നാളെ പട്ടിണി കിടക്കരുത്. ഇത് അന്ധതാണ്, ഇത് അനക്കുള്ളതാണ്. നിങ്ങൾ എന്താ അവകാശം ധരിക്കണത്? കൈസർ എനിക്ക്. അപ്പോ ഞാൻ പോന്നു. എങ്ങോട്ടൊന്നില്ലേ? ജാനു, നമ്മളൊക്കെ ഈ ദുനിയാവിൽ വന്നത് എന്തിനാ? ആവോ, കുട്ടികൾ സ്കൂളിൽ തോറ്റാൽ എന്താ ചെയ്യാ? ആരാന്ന് പറയുമ്പോ ചേനാന്ന്. ജാനുവിന് തിരിഞ്ഞില്ല. നമ്മളെ കാര്യം തന്നെയാ പറഞ്ഞുകൊണ്ട് വരുന്നത്. കുട്ടികൾ സ്കൂളിൽ തോറ്റാൽ പിന്നെയും പരീക്ഷയ്ക്ക് എഴുതൂലേ? ഞാൻ പഠിച്ചില്ല, അതുകൊണ്ട് തോറ്റുമില്ല. ആ,
എന്നാ നമ്മളൊക്കെ ഈ ദുനിയാവിൽ വന്നത് കഴിഞ്ഞ കുറി തോറ്റ പരീക്ഷയ്ക്ക് എഴുതാനാ. നിങ്ങൾ ചെറിയ കുട്ടിയല്ലേ പരീക്ഷയ്ക്ക് എഴുതാൻ? ആ, ഈ കുറിയത്തെ പരീക്ഷയ്ക്ക് എനിക്ക് ജയിക്കണം ജാനു. അപ്പോ ബാക്കിയുള്ളവരൊക്കെ തോറ്റോട്ടെ എന്നായിരിക്കും. ഈ ഒരിക്കലും തോൽക്കൂല ജാനു. വിടുകൈ സർ, മനുഷ്യന്മാര് മനസ്സിലാക്കിയില്ല, നീയെങ്കിലും എന്റെ വേദന മനസ്സിലാക്കിയല്ലോ. ഞാനൊരു പെണ്ണല്ലേ? വേണ്ടത് വേണ്ട സമയത്ത് ചെയ്യണം. എല്ലാ ആമുട്ടിക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പോട്ടെ. ആമുട്ടി വെളിയിൽ കാത്തു നിൽപ്പുണ്ട്. അയാള് മുതലാളിനെ ചതിച്ചിരിക്കണം. മുതലാളിന്റെ കണ്ണിൽ പൊടി വാരിയിട്ടിട്ട് ഇബ്രാഹിമിനെ ആമിനാനെയും കടവ് കടത്താനാണ് അയാളുടെ ഉദ്ദേശം. അയാൾ ഇന്ന് മുതലാളിന്റെ കൂടെ, നാളെ ഇബ്രാഹിമിന്റെ കൂടെ. ആര് പറഞ്ഞാല് മുതലാളിക്ക് പറയടോ. നമ്മൾ ആമുക്ക് ഇത്രയും കാലം മുതലാളിയുടെ ചോറുണ്ട നന്ദി അയാൾ മറന്നേക്കണം. ആഹാ, സത്യാണ്. പക്ഷേ ഞങ്ങളാന്ന് പറഞ്ഞ മുതൽ ആരോടും പറയരുത്.
ആമുട്ടി, എപ്പോഴാണ് ഇബ്രാഹിം ആമിനെ കൊണ്ടുപോകുന്നത്? എനിക്കറിയില്ല. അറിയില്ല? ഇല്ല. ഇല്ലേ? നിനക്കറിയുമെന്നാ ചോദിച്ചത്? എനിക്കെല്ലാം അറിയാം. എന്നാ പറ. പറയൂല. നീ പറയൂലേ? നീ പറയില്ലേ? ഇത് അത്രക്കായിപ്പോയി. നിന്നെക്കൊണ്ട് ഞാൻ പറയിക്കൂടാ. ഒന്ന് മാത്രം പറയാം. മുതലാളി, നിങ്ങൾക്കെല്ലാം ഉണ്ട്. സ്വത്തുണ്ട്, മുതലുണ്ട്, ആൾസ്വാധീനമുണ്ട്. ഇതൊക്കെ ഉണ്ടായാലും ആമിനി ഇബ്രാഹിം രക്ഷപ്പെടും. എന്നാൽ എനിക്ക് എന്റെ ബാപ്പയിട്ട പേര് മാറ്റണം. നമ്മൾ പോണ്. നിന്റെ സാധനങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാ എടുത്തിട്ട് പോ. നമ്മളൊക്കെ വന്നത് വെറും കൈയോടെയല്ലേ മുതലാളി? പോണതും വെറും കൈയോടെ തന്നെ ആവട്ടെ. എന്റെ ശരീരത്തിൽ കനിഞ്ഞർപ്പിച്ച പ്രാണൻ നീ തന്നെ തിരിച്ചെടുത്തു കൊള്ളുന്നതിന് മുൻപേ ജീവിതത്തിന്റെ മഹത്വം എന്തെന്ന് ആസ്വദിക്കുവാൻ ഒരവസരം നീ എനിക്ക് നൽകണമേ. ആമീൻ.
ജാനു പോയി. അവര് പോയോ? ആര്? ആമിന. അവരതാ പോണു. നീ എന്റെ ശരീരത്തിൽ കനിഞ്ഞർപ്പിച്ച പ്രാണൻ നീ തന്നെ തിരിച്ചെടുത്തുകൊള്ളുന്നതിന് മുൻപേ ജീവിതത്തിന്റെ മഹത്വം എന്തെന്ന് ആസ്വദിക്കുവാൻ എനിക്കൊരവസരം നൽകിയ പ്രപഞ്ച പരിപാലക, നിനക്ക് സ്തോത്രം. എന്നെ തോൽപ്പിച്ചിട്ട് പോയി കളഞ്ഞല്ല. പക്ഷേല് നിങ്ങള് പരീക്ഷയില് ജയിച്ചു. എനിക്കത് മതി, എനിക്കത് മതി, എനിക്കത് മതി. കേറിയ നാളായല്ലോ മധുമലർ വിരിയുന്ന പൂരണമത് കുടിപ്പാനേ. എന്നിൽ ഏതൊരു കാലത്താണ് വിധി കുട്ടിത്തരുന്നെന്ന വേദന സഹിച്ചിരിപ്പാനേ. കല്ലായി കാടവത്ത് കപ്പക്കാരൻ കുഞ്ഞിപ്പോക്കര് എല്ലായി പോയതറിഞ്ഞില്ലേ. അത് കാമിനിയൊരുത്തിയോടുള്ള മോഹത്താലാണെന്ന് ഊമണിക്കിന്നും തിരിഞ്ഞില്ലേ.